അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ
ബൈബിളിലെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണ ഒരു കഥാപാത്രമുണ്ട്. ഈ അപ്പോസ്തലന്മാരുണ്ടല്ലേ, അപ്പോസ്തലന്മാരുടെ വായിൽ കർത്താവിലേക്കുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ വായിൽ കർത്താവിലേക്കുള്ള വഴി. അതുകൊണ്ട് നമ്മുടെ അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിലിപ്പോസിന് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും ഓർക്കുകയും ഈ അപ്പോസ്തലന്മാരുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ടാവുകയും പക്ഷേ ഇത് നിർഭാഗ്യവശാൽ റെക്കോർഡായിട്ടില്ല. ഫിലിപ്പോസിൻ്റെ കാര്യം കുറേ ഡയലോഗ് റെക്കോർഡായി. അതായത് ഫിലിപ്പോസിനോട് കർത്താവ് ഇങ്ങനെ കുറേ സൈദ്ധാന്തികളൊക്കെ സംസാരിക്കുവേ. ഇത് ഫിലിപ്പോസിനോട് കർത്താവ് എല്ലാവരും കൂടി പറയണതാണ്. യോഹന്നാൻ സുവിശേഷം 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു. ഫിലിപ്പോസൊക്കെ ഇത് കേട്ടോണ്ടിരിക്കണില്ല. അപ്പൊ ഫിലിപ്പോസ് മനസ്സിലായി, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു പറയണില്ലേ. അപ്പോഴേ ഈശോ 2 കൊല്ലമായി ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഈ 2 കൊല്ലത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ഈ അണ്ണന്മാർക്ക് ഈശോനും അറിയാൻ പാടില്ല, പിതാവിനും അറിയാൻ പാടില്ല. ആ രീതി എത്തി. അതാണ് ഈശോ പറയണത്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ബൈബിൾ വളരെ രസമായിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സംഭവം കോമഡിയാണ്. കാര്യം ഈ അണ്ണന്മാർക്ക് 2 പേരും അറിയാൻ പാടില്ല. അപ്പോൾ ഫിലിപ്പോസ് പക്ഷേ സംഗതി നമുക്കൊരു താങ്ങാണല്ല ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല, പിതാവെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും. അങ്ങനെയുടെ നിഷ്കളങ്കത കൊണ്ട് അത് പറയണതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ, അതായത് ഇത് സ്റ്റീഫനാണല്ലേ പിതാവിനെ കണ്ടത്, ഓർക്കണ്ടല്ല. ഫിലിപ്പോസ് എന്താ ഈശോ പറഞ്ഞത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്കത് മാത്രം മതി. ആരാണ് ആദ്യം പിതാവ്? ഇവരുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിതാവിനെ ആദ്യം കണ്ടത് ആരാണ്? സ്റ്റീഫനാണ് അല്ലേ, എസ്തപ്പാനോസ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആദ്യം കണ്ടത് സ്റ്റീഫനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, ഇതൊരു നിത്യതയിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നിരിക്കണ കാണുകയാണ്. അപ്പം ഫിലിപ്പോസ് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. പക്ഷെ ഫിലിപ്പോസ് നിർത്തണില്ല, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും. ക്രിസ്തുവിനോട് പറയാവുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണത്. വേറെ എന്ത് കാര്യവും ആരോടും നമുക്ക് പറയാം, പക്ഷെ ക്രിസ്തുവിന് മാത്രം ദൈവം നിശ്ചയിച്ചിരിക്കണ അൾട്ടിമേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരാശിക്ക് പിതാവിനെ കാണിച്ചു കൊടുക്കുക, സ്വർഗം കാണിച്ചു കൊടുക്കുക. അത് ഫിലിപ്പോസിന് അത് കാരണം ഫിലിപ്പോസിൻ്റെ മൈൻഡ് സെറ്റ് ശരിക്കും മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ വലിയ വേലകളൊക്കെ ചെയ്യിക്കുന്ന ആരെ കൊണ്ടാണ്? ഞങ്ങൾക്ക് അതുമാത്രം മതിയെന്ന് പറയുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഷണ്ടന്മാരുണ്ടെന്ന് പറയത്തില്ലേ. സ്വർഗരാജ്യത്തെ പ്രതിയുള്ള ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയണതല്ല, അതിനാണ് സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടൻ എന്ന് പറയണത്. അപ്പോൾ ഈ ഷണ്ടൻ വേറൊരു ഷണ്ടനെ കാണും. അവനെ നിത്യരക്ഷയെ കൊണ്ടുവരണത് ഈ സ്വർഗരാജ്യത്തെ പ്രതി. ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പറയുമ്പോൾ പണം വേണ്ട, കുടുംബം വേണ്ട, ലോകം വേണ്ട, ജീവിതം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗം മാത്രം മതി. സ്വർഗരാജ്യത്തെ പ്രതി ഇവൻ ഷണ്ടനായിരിക്കും മറ്റു കാര്യങ്ങൾക്ക്. അതാണ് ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പറയണത്. അപ്പോൾ ഈ ഷണ്ടൻ വേറൊരു ഷണ്ടനെ കാണും. അപ്പോസ്തല പ്രവർത്തനം 8:26. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു.
അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ, ഇതാ ഞാൻ പറഞ്ഞു, ഒരു ഷണ്ടൻ. അപ്പൊ സ്വകാര്യ ഷണ്ടനായ എത്യോപ്യ രാജ്ഞിയായ ഫിലിപ്പോസ് എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ജെറുസലേമിൽ ഈ ഷണ്ടൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് എന്താ വിഷയം വെച്ചാൽ, ഈ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇയാളെ ഷണ്ടർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഷണ്ടർ എന്ന് പറയുന്നത് അന്ന് ഇത് വിഷയം എന്ന് വെച്ചാൽ, അന്ന് ഫൈനാൻസ് മിനിസ്റ്ററായ ഒരാളെടുത്തു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ അന്നത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ആരാണ് അധികാരത്തിലുള്ളവർ അവർ ഛേദിച്ച് കളയും. കാര്യം അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. മക്കളുണ്ടായാൽ അവർ ഫൈനാൻസിൽ കൈയിട്ട് വരും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എത്യോപ്യക്കാരൻ ഷണ്ടർ എന്ന് പറയുന്നത്. ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം ഈജിപ്റ്റ് തുടങ്ങിയ ഒരു പാരമ്പര്യമാണിത്. അതായത് ഫൈനാൻസ് കൈകാര്യം ചെയ്യണമെങ്കിൽ കുടുംബം ഉണ്ടാകാൻ പാടില്ല, അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ പ്രശ്നങ്ങൾ അവർ ഛേദിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫിലിപ്പോസ് ഒരു ഷണ്ടനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പോസാണ് പറയണത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറയും, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ സ്വർഗരാജ്യത്തെ പ്രതിയാണ് അയാൾ യേശുവിനെ അനുഗമിക്കണമെന്ന് വ്യക്തം. അതുകൊണ്ട് ഈശോ ഇതെല്ലാം കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത്, മനുഷ്യർ 3-4 തരമുണ്ട്. 19:12 എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെയാണ് കന്ദാക്കയുടെ ഈ ഫൈനാൻസ് മിനിസ്റ്റർ അങ്ങനെ മനുഷ്യരാൽ ഷണ്ടനാക്കിയ ആളാണ്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. അതാണ് ഞങ്ങൾക്ക് അതുമാത്രം മതി ഫിലിപ്പോസ് പറയണില്ലേ. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഈ ഫിലിപ്പോസിന് എന്തുകൊണ്ടാണ് ഈ വലിയ ഫൈനാൻസ് മിനിസ്റ്ററിനെ പോലുള്ള ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഫിലിപ്പോസിനാണ് ദൈവം ഉപയോഗിക്കുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു കാരണമുള്ള വെച്ച് കഴിഞ്ഞാൽ, ഈ ഷണ്ടന് ജ്ഞാനസ്ഥാനം കൊടുത്തതിന് ശേഷം പിന്നെ ബൈബിൾ പറയണത് ഫിലിപ്പോസിനെ അവിടെ കണ്ടില്ലെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 8:38-39. രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു. അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല. സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു. എന്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഫിലിപ്പോസ് എന്നെ കർത്താവ് എടുത്ത് മാറ്റണം അവിടുന്ന്. കാര്യം വലിയൊരു ഫൈനാൻസ് മിനിസ്റ്ററാണ് ഈ മനുഷ്യൻ ജ്ഞാനസാധപ്പെടുത്തിയിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഫൈനാൻസ് മൊത്തം ഇടയിലാണ്. അയാളുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകാതിരിക്കാനാണ് ഈ ഈശോയുടെ ആത്മാവിനെടുത്തത്. കാര്യം ഫിലിപ്പോസിനെ മാത്രമേ ഈ ഓപ്പറേഷൻ കൊള്ളത്തുള്ളൂ. എന്താ കാര്യം, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് അതുമാത്രം മതിയെന്നല്ലേ. അപ്പം എൻ്റെ മക്കൾ ഇതിന് വരുന്നൊരു കർത്താവ് നമ്മളെ വളർത്താത്തതിൻ്റെ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം നല്ല ശതമാനം ഒന്നെങ്കിൽ വസ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തികൾ, അല്ലെങ്കിൽ അധികാരം, ഇതിനോട് അറ്റാച്ച്മെൻ്റ് ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ 50 കൊല്ലം കരിസ്മാറ്റിക് മേഖല കേരളത്തിലെ ആത്മാഭിഷേകത്തിൽ വളർന്നെങ്കിലും ഇപ്പോൾ നമ്മൾ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ ആ വർഷത്തിൽ പോയായിരുന്നു, നിങ്ങൾ കണ്ടായിരിക്കുമല്ലേ. പക്ഷേ അവർക്ക് മെസ്സേജ് എന്താ കൊടുത്തിരിക്കുന്നത്, ഞാൻ ഫിലിപ്പോസിന് മെസ്സേജാണ് കൊടുത്തത്. ശുശ്രൂഷയിൽ വളരാനും എന്ത് ചെയ്യണം, അറ്റാച്ച്മെൻറ്റുകൾ കുറക്കണം. അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു ചേമ്പലപ്പുറത്ത് വെള്ളം കിടക്കുമ്പോൾ വെള്ളം കിടക്കുകയും ഇപ്പോൾ നമുക്ക് പണമില്ലാതെ വല്ലതും നടക്കുക, ചിലൊക്കെ സ്വാധീനം കൊണ്ട് നടക്കും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന പണം വേണം. പക്ഷേ പണത്തോട് നമുക്ക് പണം ഉണ്ടായിരിക്കുകയും അതേസമയം തന്നെ അതിൻ്റെ
അതിന് നമ്മളായിട്ട് അറ്റാച്ച് ചെയ്ത് ചേമ്പലപ്പുറത്തിന് ചേമ്പല വെള്ളം സൂക്ഷിക്കും, പക്ഷേ ചേമ്പല ചീഞ്ഞു പോകത്തില്ല. കാര്യം അതിൻ്റെ മെക്കാനിസം എവിടെയാണ് ഉള്ളത്? വെള്ളത്തിലല്ല ഉള്ളത്, ചേമ്പലയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇത് വലിയ ശുശ്രൂഷകൾക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം അറ്റാച്ച്മെൻറ്റാണ്. അറ്റാച്ച്മെൻറ്റ് പ്രധാന ദൈവശുശ്രൂഷ മേഖലയിൽ ഇപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനും അതിനോട് നിങ്ങൾ ആസക്തിയോടുകൂടി അത് നിങ്ങളെ അടിപ്പെടുത്തി കളയുന്ന രീതിയിൽ അത് നിങ്ങളെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലാണോ എന്ന് പരിശോധിക്കണം. എന്നുവെച്ചറിയോ, ഈ ചിലരെല്ലാം ഒറ്റ ഉടമ്പടി കൊണ്ട് ആ ഒരു കാര്യം സാധിച്ച് ആ ചാപ്റ്ററും ചില ആൾക്കാർ ഇന്നത്തെ കറിക്കായെന്ന് പറഞ്ഞുകൊണ്ട് ചില കൊണ്ട് പുഴയെ കൊണ്ട് തോട്ട പൊട്ടിക്കത്തില്ലേ, ഇപ്പം എന്താ നിരോധനം കൊണ്ടെന്ന് തോന്നണേ, തോട്ടായി പൊട്ടിച്ച് അതിൽ കിട്ടുന്ന മീനും പെറുക്കി അവർ വീട്ടിൽ പോകും. അങ്ങനെ ഒരു റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവം ആദ്യമൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു ആപത്ത് വന്നാൽ സഹായിക്കും. പക്ഷെ നമ്മളുടെ തരം ദൈവത്തിന് അറിയാവുന്ന കാരണം ഉപരി വളർച്ചയ്ക്ക് പറ്റത്തില്ല. 2 Petrus 3:2 വായിച്ചു കേൾക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ഓരോ ഡെയിലി ബ്രെഡിലൂടെയും കർത്താവിനെക്കുറിച്ചും ആത്മാവിൻ്റെ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും ഈ ഫിലിപ്പോസിൻ്റെ ഒരു നിലപാടിലൂടെ അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷകനായിട്ട് വളരണതിനെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഡിറ്റാച്ച്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വിപ്രതിപത്തി. ഞങ്ങൾക്കത് മാത്രം മതി എന്ന് പറയണില്ലേ? അപ്പോൾ ക്രിസ്തുവിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ച മറ്റൊരു നഷ്ടപ്പെട്ടാലും നമുക്ക് വേദന തോന്നാതിരുന്ന അമ്മ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് എയിൻ. ഞങ്ങൾ മമ്മി കണ്ണൂർ ജില്ലയിലെ കേള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ആദ്യമായി മമ്മി ഇവിടെ വന്ന് 2019 ഉടമ്പടി എടുത്തായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാലും ഞാൻ മമ്മീൻ്റെ കൂടെ പ്രാർത്ഥനകളിലൊക്കെ കൂടുമായിരുന്നു, മമ്മീൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. യൂട്യൂബിലൊക്കെ പ്രാർത്ഥനയൊക്കെ കണ്ട് സാക്ഷിയൊക്കെ കേൾക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. പുറത്തേക്ക് പോകാനുള്ള എൻ്റെ ജോലിക്കിൻ്റെ ആവശ്യത്തിനായിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അന്ന് OET പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ എക്സാം പാസ്സാകാനും എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ടുമാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷെ അന്ന് എനിക്കത് സാധിച്ചില്ല. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഉടമ്പടിയിൽ ഉടമ്പടി ജീവിതം അത്രയധികം നന്നായിട്ട് നയിച്ചിട്ടും ഇല്ലായിരുന്നു. അന്ന് പിന്നെ എനിക്ക് OET എക്സാം പാസ്സാകാനോ യൂറോപ്യൻ കൺട്രീസിലേക്ക് ജോലിക്കായിട്ട് പോകാനോ എനിക്ക് സാധിച്ചില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ വിചാരിച്ചു, ദൈവം എനിക്കായിട്ട് വെച്ചേക്കുന്ന വഴി മറ്റൊന്നായിരിക്കും. ഞാൻ ഗൾഫ് കൺട്രീസിലേക്ക് ഉള്ള ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിന് അങ്ങോട്ട് ജോലിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഗൾഫ് കൺട്രീസിൽ ഞാൻ ചൂസ് ചെയ്തത് കുവൈറ്റിലേക്കുള്ള ജോബായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞാനൊരു കുവൈറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ കുവൈറ്റ് പ്രോമെട്രിക് എക്സാമൊക്കെ എഴുതി. അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആകാൻ തുടങ്ങി. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. കുവൈറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തോ ഇൻഷുറൻസിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോഴത്തേനും അങ്ങോട്ട് സ്റ്റാഫിനെ എടുക്കുന്നില്ല എന്നൊക്കെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. ആദ്യം OET നോക്കി, നടന്നില്ല. പിന്നെ കുവൈറ്റിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള വേറെ നോക്കി, നടന്നില്ല. അപ്പോൾ ഒരുപാട് വിഷമിച്ചു. അപ്പോഴും മമ്മി ഉടമ്പടിയിൽ തന്നെയായിരുന്നു. മമ്മി 2019 തൊട്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെയായിരുന്നു. മമ്മി എന്നെ കൊണ്ട് വന്നിട്ട് വീണ്ടും ഇവിടുന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ മമ്മിയും കൂടെ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ കുവൈറ്റിൻ്റെ ഒരു MOHൻ്റെ കുവൈറ്റ് ഗവൺമെൻറ്റിലേക്കുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് അറിഞ്ഞു.
പക്ഷെ ഞാനത് അറിഞ്ഞു വന്നപ്പോഴത്തേനും വളരെ സമയം ഭയങ്കരമായിട്ട് വൈകിപ്പോയായിരുന്നു. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസൊക്കെ ക്ലോസ് ചെയ്തു. എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് നമുക്ക് കുവൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുവൈറ്റിൽ മാത്രമായിരുന്നു അന്ന് ആ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. കുവൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം, അങ്ങനെ ഇൻ്റർവ്യൂവിന് അവർ വിളിക്കുമെന്നായിരുന്നു. പക്ഷേ എനിക്ക് റിലേറ്റീവ്സ് അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നത് ഓപ്പൺ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഒരു ഏജൻസീൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു. അവരിതിൻ്റെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഈ ഒരു അവസരം അമ്മ മാതാവ് എനിക്ക് തന്നത്. അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അവരെൻ്റെ ആപ്ലിക്കേഷനൊക്കെ കുവൈറ്റിലേക്ക് അയച്ചു. പക്ഷേ അവിടെ ഒരു ചെറിയൊരു തടസ്സം എനിക്ക് വന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത് കുവൈറ്റ് MOHലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുവൈറ്റ് ഗവൺമെൻറ്റും നമ്മളും ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് ഒരു ഏജൻസീസിൻ്റെ ആവശ്യമില്ല. അവർ ഏജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് മേടിച്ച് ഏജൻസി ഫീസായിട്ട് മേടിച്ച് അങ്ങനെയായിരിക്കും വരിക. ശരിക്കും പറഞ്ഞാൽ MOH ഗവൺമെൻറ് ജോബിന് ഒരു ഏജൻസിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഏജൻസി ഫീസിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. ആദ്യമൊന്നും അവർ സമ്മതിച്ച് തന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടികളൊക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, കുറേ നാളായി ഞാൻ നല്ലൊരു ജോലിക്ക് വേണ്ടി കുറേ കിടന്ന് ഓടുന്നു, ഒന്നും എനിക്ക് ശരിയാവുന്നില്ല, പലതും ഞാൻ നോക്കി, ഇവിടെയെങ്കിലും അമ്മ മാതാവ് എന്നെ കൈവിടരുത്, എനിക്കിതെങ്ങനെയെങ്കിലും അമ്മ മാതാവ് ഒന്ന് സാധിച്ചു തരണം എന്ന് ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എൻ്റെ ഫ്രണ്ട് വഴി എനിക്കൊരു മെയിൽ ID കിട്ടി. ഡയറക്റ്റ് നമുക്ക് MOHലേക്ക് മെയിൽ അയക്കാനുള്ളൊരു ഓപ്ഷനായിരുന്നു അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏജൻസിക്കാരുടെ ഇടയിലൊക്കെ പെട്ടുപോയവർക്ക് അതിന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്ന പോലെ ഒരു മെയിൽ ID ആയിരുന്നു അത്. ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഞാൻ ഏത് ഏജൻസിനെയാണ് കോൺടാക്ട് ചെയ്തത്, അവർ എത്ര രൂപയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് ഒരു മെയിൽ അയച്ചു. ദൈവാനുഗ്രഹവും അമ്മ മാതാവിൻ്റെ കൃപയും കൊണ്ട് അവരെനിക്ക് ആ മെയിലിന് എനിക്ക് റിപ്ലൈ തന്നു. കാരണം വേറെ പലരും അയച്ചിട്ട് ആ മെയിലിന് അവർ റിപ്ലൈ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ മെയിലിന് അമ്മ മാതാവ് അവിടെ ചെന്ന് റിപ്ലൈ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവർ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പിന്നെ ഒരു എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെൻ്റെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ എനിക്ക് മെയിൽ വഴി തന്നു. ഒരു പുതിയ ഇൻ്റർവ്യൂവിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു ലിങ്ക് ഓപ്ഷനും തന്നു. അങ്ങനെ ഞാൻ പുതിയൊരു ആ ലിങ്ക് ഓപ്ഷനിലൂടെ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തു. മാർച്ച് 25 എൻ്റെ ഇൻ്റർവ്യൂ. അത് ഏറ്റവും നന്നായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപവും തൈലൊക്കെ തേച്ചാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ ഇരുന്നിടത്ത് ഉപ്പൊക്കെ വെതറിയാണ് ഞാൻ ഇരുന്നത്. ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സാധാരണ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം എനിക്ക് പേടിയാണ്. കാരണം ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആകുമ്പം എനിക്ക് എത്രയൊക്കെ അറിയാവുന്ന ആൻസേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ അത് പറയാൻ പറ്റാറില്ല. അന്ന് അവരെന്നോട് ചോദിച്ചത് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ 5 ക്വസ്റ്റ്യൻസിനും ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ ഏറ്റവും കറക്റ്റായിട്ട് ആൻസർ പറയാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാലിക്കുന്നുണ്ടായിരുന്നു. മമ്മി എനിക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ മുന്നിൽ തിരി കത്തിച്ച ആ ഇൻ്റർവ്യൂ കഴിയുന്ന ആ ഒരു സമയം മൊത്തം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും ഓഫർ ലെറ്റർ കിട്ടാൻ ഇച്ചിരി താമസം വന്നു. അപ്പോഴത്തേനും എൻ്റെ ഉടമ്പടിയുടെ കാലാവധി 3 മാസം അത് കഴിഞ്ഞു. അപ്പം ഞാനും മമ്മിയും വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് മെയ് 25, 2025 ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 3-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയി.
പക്ഷേ അവിടെ എനിക്ക് ചെറിയൊരു പരീക്ഷണം നേരിടേണ്ടി വന്നു. ഞാൻ മെഡിക്കൽ അറ്റൻഡ് ചെയ്തു. എൻ്റെ എക്സ്റേയിൽ ചെറിയൊരു പ്രശ്നം വന്നു. എക്സ്റേയിൽ കാൽസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവരെന്നോട് CT എടുക്കാൻ പറഞ്ഞു. CTയിലും കാൽസിഫിക്കേഷൻ നോട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഇതും മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ശരിയാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യും എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് MOHന്ന് വീണ്ടും ഒരു മെയിൽ വന്നു. നിങ്ങളുടെ പ്രോസസ്സ് കുറച്ച് ഡിലേ ആവും. ഇപ്പം ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞവരുടെ പ്രോസസ്സും പേപ്പർ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പം മെഡിക്കൽ എടുക്കണ്ട. പിന്നെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞ് ഇവിടുന്ന് MOHന്ന് ഇനിയൊരു ഇൻഫോർമേഷൻ വരുമ്പോൾ മാത്രം നിങ്ങൾ മെഡിക്കൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2 പൾമനോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ലങ് കാൽസിഫിക്കേഷനാണ്, പാച്ചസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിന് ആൻറ്റിബയോട്ടിക്കോ അങ്ങനെയൊന്നും എടുത്താൽ അത് കാൽസിഫിക്കേഷൻ മാറണമെന്നില്ല. ഇതെന്തെങ്കിലും പ്രീവിയസ് ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊറോണ വന്നതിൻ്റെയോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതായിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് പോലെ കിടക്കുന്നതായിരിക്കും. ഇതിന് നമുക്ക് മെഡിക്കലായിട്ടൊന്നും ടാബ്ലറ്റ്സ് കഴിച്ച് മാറാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അല്ലെങ്കിൽ ഒരു സർജറിയിലൂടെ ആ ചെറിയ പോർഷൻ എടുത്ത് കളയണം. അതൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ മമ്മി ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നും ലങ്സിൻ്റെ ഇവിടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ ഉപ്പും മാതാവിൻ്റെ ഉപ്പും എല്ലാം ഇട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ആ മെയിലിന് ശേഷം എനിക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ് വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എനിക്ക് വിസ പ്രോസസ്സിങ് മെയിൽ വന്നു. വിസ പ്രോസസ്സിങ് മെയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് എന്തായാലും മെഡിക്കൽ എടുത്തേ പറ്റുള്ളൂ. എന്നാൽ അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാനും മമ്മിയും കൂടെ വന്ന് വീണ്ടും ഞങ്ങളുടെ ഉടമ്പടി ഇവിടുന്ന് പുതുക്കി പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്, എന്നെ ഈ മെഡിക്കലിൽ ഫിറ്റാക്കി തരണേ എന്ന് അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ട് പോയി, മാതാവേ കുറേ നാളായി ഞാൻ ഈ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഇനി എനിക്ക് വയ്യ, മാതാവ് എനിക്ക് എന്തായാലും ഈ ജോലി തന്നിരിക്കണം, ഞാൻ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാക്ഷ്യം പറയാനായിട്ട് മാത്രമായിരിക്കും ഞാൻ വരുന്നത് എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ മാതാവ് ഇവിടുന്ന് പോയി 1 വീക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ തൈലമൊക്കെ നെഞ്ചിൽ പുരട്ടി, ഞാൻ എക്സ്റേൻ്റെ മെഷീനിൽ സൈഡിൽ ചെറുതായിട്ട് തൈലം പുരട്ടി, ആ സൈഡിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ മെഡിക്കൽ എടുക്കാൻ പോകുന്നത്. കാരണം ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇനി മാറത്തില്ല എന്ന്, ഇതെപ്പോഴും ഉണ്ടാവും, സിസ്റ്റർക്ക് വേണമെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യാം, ഗൾഫ് കൺട്രീസിലൊക്കെ അവർ മെഡിക്കൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അവിടേക്ക് പോയാൽ റിസ്ക് ആയിരിക്കും എന്നൊക്കെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിലാണ് വിശ്വസിച്ചത്. അതുപോലെ തന്നെ അന്ന് ആ മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പം ആ മെഡിക്കൽ എനിക്ക് എക്സ്റേ ഫിറ്റായിട്ടാണ് കിട്ടിയത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 28-ാം തീയതി എൻ്റെ വിസ വന്നു. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കിട്ടി. ഈ വരുന്ന 13-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി. ഞാൻ ഓരോ കാര്യങ്ങളും താമസിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയധികമായി പ്രാർത്ഥിച്ചിട്ടും ഇത്രയധികമായി മാതാവിൻ്റെ കൂടെ അടുത്ത് നിന്നിട്ടും ഇതെല്ലാം എനിക്ക് താമസമായി പോകുന്നത്. പക്ഷേ എനിക്ക് ഇതിലും എൻ്റെ ഈ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ ഇതിലൂടെ മനസ്സിലായി, ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയാണ് മാതാവ് ഓരോ കാര്യങ്ങളും എനിക്ക് താമസിപ്പിച്ചത്. ആദ്യമായി ആ പ്രൈവറ്റിൻ്റെയൊക്കെ നടന്നായിരുന്നെങ്കിൽ 7-8 ലക്ഷം രൂപ കൊടുത്ത് വേണം അതിനൊക്കെ പോവാൻ. പക്ഷേ അത് നടന്നില്ല. ഇതിനെനിക്ക് ഒരു ചിലവുമില്ലാതെ ചെറിയ ചിലവിൽ മാത്രമാണ് ഞാൻ പോകുന്നത്. അതും എനിക്ക് കിട്ടിയത് ഗവൺമെൻറ്റിലേക്കാണ്, ഗവൺമെൻറ് ജോബാണ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല ഹൈ സാലറി സ്കെയിലാണ് എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനും മമ്മിയും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ വീട്ടിലുള്ളപ്പോൾ ഞാൻ അനാഥാലയത്തിലൊക്കെ പോയി എല്ലാവർക്കും അവിടെ ഹെൽപ്പ് ചെയ്യും.
അവിടെ തുണികൾ അലക്കി കൊടുക്കാനൊക്കെ പോവുമായിരുന്നു, അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഡ്യൂട്ടി വർക്ക് ചെയ്യുന്ന ടൈമിൽ അതിനൊന്നും പോകാൻ എനിക്ക് പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സാധാരണ എനിക്ക് പറ്റാവുന്ന പോലെ എല്ലാ സഹായവും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, ജോലി സ്ഥലത്തും കൂട്ടുകാർക്കും, അതേപോലെ തന്നെ സ്റ്റാൻഡിലും അവിടെ എവിടെയെല്ലാം പോയി കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ മാതാവിനെ അറിയില്ലാത്തവർ, കൃപാസനത്തിനെക്കുറിച്ച് അറിയില്ലാത്തവരോടൊക്കെ കൃപാസനത്തിനെക്കുറിച്ചും എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ അവർക്ക് പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ആ പത്രം അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അവരുടെ മനസ്സിൽ എന്ത് നിയോഗമാണോ ഉള്ളത്, മാതാവേ അത് സാധിച്ചു കൊടുക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാതാവിനോട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റി. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ 3 പേരും എന്നും പള്ളിയിൽ പോകുന്ന മക്കളായിരുന്നു. അപ്പം ജോലിക്ക് പോയതിന് ശേഷം അങ്ങനെയൊന്നും പറ്റാറില്ലായിരുന്നു. പക്ഷേ എന്നാൽ കഴിയുന്ന എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാനൊക്കെ ശ്രമിക്കും. കുരിശ് എന്നും കൊന്ത് ചെല്ലും, ബൈബിള് വായിക്കും, പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടാറുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. കൂട്ടുകാരോടൊക്കെ കൃപാസനത്തിനെക്കുറിച്ചും കൃപാസനത്തിലെ അമ്മേനെക്കുറിച്ചും അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും ചില വീഴ്ചകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ചില സമയങ്ങളിലൊന്നും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തിരുന്ന ഒരു അവസരങ്ങളും ഉണ്ടായിരുന്നു. ഈ അവസരത്തെ അമ്മ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് വന്ന വീഴ്ചകൾക്കെല്ലാം ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനിയുള്ള എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ എന്നും ഉടമ്പടി പൂർണ്ണമായും പാലിക്കുമെന്നും എന്നും അമ്മയോടൊപ്പം ആയിരിക്കുമെന്നും ഞാൻ അമ്മയോട് വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 അന്ന് ഞാൻ ഒത്തിരി വിഷമത്തിലാണ് ഈ കൃപാസനത്തിൽ വന്നത്. ഞാൻ ഒരു ഫ്ലവർ ഷോപ്പിൽ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ 2 മാസം ചെയ്തപ്പോൾ ആ ഷോപ്പ് അവരടച്ചു. എനിക്കൊത്തിരി വിഷമമായി. കാരണം ചെറിയൊരു ശമ്പളമാണെങ്കിലും എനിക്കതൊത്തിരി വലുതായിരുന്നു. ഞാൻ ആ ഷോപ്പ് തുറക്കാൻ വേണ്ടി ഷോപ്പ് അടയ്ക്കുമ്പോൾ അവരുടെ കീ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കീയും മാതാവിൻ്റെ അടുത്ത് വന്ന്, അന്ന് ഇവിടെ ഈ ഗ്രില്ലില്ലായിരുന്നു. അപ്പം മാതാവിനെ നമുക്ക് കയറി അവിടെ മുട്ടിച്ച് പ്രാർത്ഥിക്കാം. മാതാവേ അവരാ ഷോപ്പ് തുറക്കണേ, എന്നാൽ എനിക്ക് ആ ജോലി കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചു. അതും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അവർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഷോപ്പ് തുറക്കുന്നില്ല, അത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് എടുക്കാൻ ഒരു വരുമാനവും ഇല്ലായിരുന്നു. അന്ന് ആ ഷോപ്പിൻ്റെ പൈസ കൊടുക്കണം, സെക്യൂരിറ്റി കൊടുക്കണം, ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞു ചേച്ചി തുടങ്ങിക്കോ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഷോപ്പ് ഞങ്ങൾ ഏറ്റെടുത്തു. പൈസ അവർ സഹായിച്ച് തുറന്നു. അന്ന് ചെറിയൊരു ഷോപ്പായിരുന്നു. ഇന്നതൊത്തിരി ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആ ഷോപ്പിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങളത് ജീവിക്കുന്നതും. ഒത്തിരി നല്ല രീതിയിൽ ആ ഷോപ്പ് ഇന്ന് പ്രവർത്തിച്ചു പോകുന്നു. എൻ്റെ ഹസ്ബൻഡാണ് ആ ഷോപ്പിൽ നിന്ന് നോക്കുന്നതും ഞങ്ങൾ രണ്ടും കൂടിയാണ് അതിലെല്ലാം വർക്ക് ചെയ്യുന്നതും. പിന്നെ ഒരു സാക്ഷ്യം, ഞാനിവിടെ ഉടമ്പടിയിൽ ഫസ്റ്റ് നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയ്ക്കണേ. കാരണം പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല, വേറെ എന്ത് കിട്ടിയില്ലും കാര്യമില്ലല്ലോ. രണ്ടാമത്തെ നിയോഗം മാരക രോഗങ്ങളിൽ നിന്നും അപകടം മരണം ഞങ്ങളെ കാത്തോളണേ എന്നാണ് വെച്ചത്. എൻ്റെ ഹസ്ബൻഡൊന്നും ഈ ഫ്ലവർ എടുക്കാൻ 3 മണിക്ക് പോകണം, രാവിലെ 3 മണിക്ക് പോകണം. അപ്പോൾ ഈ ഉറക്കപ്പിച്ചിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റുമോ, വണ്ടി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എങ്ങനെയാവും, രാവിലെ പോകുന്നതല്ലേ. അപ്പം ഞാനെന്നും തലേദിവസം രാത്രി പ്രാർത്ഥിച്ച് തൈലം പൂശി താക്കോലയിൽ കുരിശ് വരയ്ക്കും, അമ്മേ കാത്തോളണേ, രാവിലെ എണീറ്റ് പോകുന്നതാണ്, ഒരപകടവും വരുത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടിരിക്കും. ഒരു ദിവസം ഈ കഴിഞ്ഞ ഞങ്ങൾ ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കി ചെന്ന് ഒരാഴ്ചയായപ്പം പെട്ടെന്ന് രാവിലെ 3 മണിക്ക് പോയതായിരുന്നു. തിരിച്ച് പെട്ടെന്ന് വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ തിരിച്ചു വന്നു. എൻ്റെ വണ്ടി എന്തോ ഒരു വലിയ മൃഗം വന്നിടിച്ചു. വണ്ടി മൊത്തം തകർന്നു പോയി ഫ്രണ്ട് ഭാഗം. പക്ഷേ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കുഴപ്പവുമില്ല, ഒരു പോറൽ പോലും സംഭവിച്ചില്ല. വണ്ടി കണ്ടാൽ അതിലൊരു വ്യക്തി ജീവിച്ചിരിക്കുന്ന പോലും തോന്നുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അമ്മ മാതാവിൻ്റെ ഞാൻ ആ തൈലം പൂശി എന്നും കുരിശ് വരച്ച് കൊടുക്കുന്നത് കാരണമാണ് അത് രക്ഷപ്പെട്ടതെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഒരു പോയിൻറ്റിങ് മാറിയിരുന്നെങ്കിൽ മൊത്തം അപകടവും സംഭവിച്ച് ജീവൻ പോലും അപകടത്തിലായേനെ. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥാലയത്തിൽ പോയി അവരുടെ തുണി അലക്കുകയും അവർക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്യും. പിന്നെ
പൊതിച്ചോറ് കൊടുക്കും മാസത്തിലൊരു പ്രാവശ്യം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും അക്രൈസ്തവരായ എല്ലാ ജനങ്ങളുടെ അടുത്ത് അവർക്ക് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം ചൊല്ലി കൊടുക്കും. ആത്മീയമായിട്ട് ഞാൻ പള്ളിയിൽ നിന്നും പോകും. 2 ആഴ്ച കൂടെ കുമ്പസാരിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ടോക്ക് എന്നും കേൾക്കും. അനുദിന പ്രാർത്ഥന 5:30 മണിക്ക് കൂടും. അഥവാ എങ്ങാനും മുടങ്ങിപ്പോയാൽ കുറച്ച് കഴിയുമ്പോൾ അതെന്തായാലും ഞാൻ കൂടും. ധ്യാനങ്ങൾ കേൾക്കും. അന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴേ അത് കേട്ട് തീർക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തു ആത്മീയമായിട്ട് പ്രവൃത്തി. ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിക്കണേന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിയാകണേ എൻ്റെ മക്കളെ. ഇവളെ ഒത്തിരി കഷ്ടപ്പെട്ടു ഇവള്. അതിൻ്റെ അമ്മയോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ്. അത് എല്ലാം അമ്മ നന്നായിട്ട് സാധിച്ചു തന്നു. ഒത്തിരി താമസിച്ചായാലും അമ്മയുടെ ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി ദൈവമാനും അമ്മയ്ക്കും. ഇനിയും അമ്മയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിയാക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 2 രാജാക്കന്മാരുടെ പുസ്തകം 3:16 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. യെയിൻ ആൻ്റണിയും മമ്മി ലാലി ജെയിംസും ചേർന്ന് പറയുന്ന അനുഭവ സാക്ഷ്യം. നാം കേട്ട തിരുവചനം പോലെ കർത്താവിനിത് നിസ്സാരമാണ്. തൻ്റെ ജീവിതത്തിൽ യെയിൻ ആൻ്റണി 2021 പഠിച്ച് പാസ്സായ മകളാണ് അല്ലേ. 2021 പഠിച്ച് പാസ്സായി. അതിനുശേഷം കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. പിന്നീട് 1.5 വർഷത്തോളം ജോലിയില്ല. തൻ്റെ ഈ പുറത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ മകള് അങ്ങനെ നിൽക്കുമ്പോൾ തനിക്ക് വരുന്നതൊക്കെ തടസ്സങ്ങൾ. ഒന്നിനും ഒരു മുൻപോട്ടൊരു സാധ്യത കാണുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ജീവിതം പുതുക്കി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നു. കൂദാശ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം. തനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞു. എന്നാൽ താൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീണ്ടും തനിക്ക് തുറന്നു കിട്ടിയ വാതിലുകൾ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യുവാനായിട്ട്, കംപ്ലൈൻ്റായിട്ട് ഏജൻസിയെക്കുറിച്ച് പറയുവാനായിട്ടൊന്നും ഒരു വാതിലും തുറക്കപ്പെടില്ല. എന്നാൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം തനിക്ക് ആ വാതിൽ തുറക്കുന്നു. തനിക്കൊരു കംപ്ലൈൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. വീണ്ടും ഒരിക്കലും ലഭിക്കാത്തത്ര കൃപകൾ കൊണ്ട് ഈ മകൾ എങ്ങനെയാണ് നിറയപ്പെടുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, വരണ്ടുണങ്ങിയ അരുവിത്തടം, ഈ കുളങ്ങൾ ഇതെല്ലാം ജലം കൊണ്ട് നിറയും. ഈ മകളുടെ ജീവിതം വരണ്ടുണങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ഇന്ന് ജീവിതം തളിർത്തത് എങ്ങനെയാണെന്നാണ് നാം കേൾക്കുക. അതുകൊണ്ടാണ് മുൻപത്തേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുവാൻ ഉടമ്പടി വഴി എങ്ങനെയാണ് സാധിക്കുക എന്ന് നമുക്ക് ഓരോ സാക്ഷ്യവും നമ്മോട് പറയുക. തനിക്ക് കിട്ടിയ ജോലി, അത് ഇത്രയും നാളായിട്ടും എന്തേ തനിക്കിതൊന്നും കിട്ടുന്നില്ല, താൻ ഉടമ്പടിയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഈ മകൾ വിചാരിച്ചു. ഓരോന്നും തടസ്സങ്ങളായിട്ട് വന്നു. ലങ്സ് കാൽസിഫിക്കേഷൻ, അതായത് അതൊരിക്കലും മാറില്ല, ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ വീണ്ടും എക്സ്റേ എടുക്കുമ്പോൾ അവിടെ ആ ഒരു മാർക്കൊന്നുമില്ല. ഈ മകൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ തടസ്സങ്ങൾ ഒന്നൊന്നായി ഒഴിഞ്ഞ് ഇന്നിപ്പോൾ തനിക്ക് കിട്ടിയ ജോലിയാണെങ്കിൽ താൻ ആഗ്രഹിച്ചത് കുവൈറ്റിലേക്ക് ഒരു പ്രൈവറ്റ് ജോലിയാണ്. എന്നാൽ കിട്ടിയതോ ഗവൺമെൻറ് ജോബ്. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാലറി, അതോടൊപ്പം തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും. അങ്ങനെ തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഈശോ സ്പർശിച്ചത് എന്നുള്ളത് ഈ മകൾ ഇന്നിവിടെ വ്യക്തമാക്കുകയാണ്. അതുപോലെ അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ ഒരു കടയിൽ നിന്നുള്ള വരുമാനം,
ആ കട ഇന്ന് ഇവരുടെ സ്വന്തമായത് എങ്ങനെ, ഇതെല്ലാമാണ് മമ്മിയും ഇവിടെ പങ്കുവെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം നിരാശരാകേണ്ട കാര്യമില്ല. തിരുവചനമാണ് നമുക്ക് ശക്തി നൽകുക. പറയുന്നുണ്ട്, കാറ്റോ മഴയോ ഉണ്ടാകില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. അത് കർത്താവിന് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ വരണ്ടുണങ്ങിയ അരുവിത്തടങ്ങൾ, ആ അരുവിത്തടങ്ങളുമായിട്ടാണ് ഇന്ന് കൃപാസനത്തിൻ്റെ ഈ അൾത്താരയുടെ മുമ്പിൽ നാം ആയിരിക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് ജലം കൊണ്ട് നിറയാൻ ഒരേ ഒരു നിമിഷം മതി. കർത്താവിന് ഇത് നിസ്സാരമാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാനിയ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. സെൻറ്റ് മേരീസ് ഇരവചിറ ഇടവക അംഗമാണ് ഞാൻ. 2025 ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് എത്തുന്നത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു കോട്ടയം പാലായിൽ. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, പോയി ഉടമ്പടി എടുക്ക്, നല്ലതായിരിക്കും, അപ്പം തന്നെ എക്സാം പാസ്സാകും എന്നൊക്കെ. അപ്പം ഞാനത് കാര്യമായിട്ട് അന്ന് എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസിൽ പോയാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ എക്സാം എഴുതിയിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. അമ്മ അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് നല്ലതായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. എക്സാം ഫെയിലായപ്പോഴത്തേക്കുമാണ് ഞാൻ അതിൻ്റെ കാര്യം ആലോചിച്ചത്. പപ്പയുടെ കൂടെ ഇരുന്ന് പപ്പ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ പല കുട്ടികളും ഉടമ്പടി എടുത്തിട്ട് എക്സാം പാസ്സായ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തീരുമാനിച്ചു ഉടമ്പടി വന്ന് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അമ്മ മാതാവ് നടത്തി തരുമെന്ന്. കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. തൈലം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് നടന്നപ്പോൾ എനിക്ക് വിശ്വാസമായി അമ്മ മാതാവ് എന്തായാലും എക്സാം എന്നെ പാസ്സാക്കി തരുമെന്ന്. അങ്ങനെ ഞാൻ പോയി എക്സാമിന് ഡേറ്റ് എടുത്തു. ഉടമ്പടി എടുത്ത് 2 പ്രാവശ്യം ഞാൻ പുതുക്കി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം പോയി ഡേറ്റ് എടുത്ത് ഞാൻ ബാംഗ്ലൂരിലാണ് എക്സാം എഴുതിയത്. എക്സാം പാസ്സായി. അങ്ങനെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് എക്സാം പാസ്സായി. അമ്മ മാതാവ് പാസ്സാക്കി തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ ഉടമ്പടി ഇവിടെ എത്തുന്നവരെ എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്നും ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് വിശ്വാസം വന്നു. രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അപ്പയുടെ കയ്യിൽ പൈസയില്ല. എൻ്റെ അപ്പനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം അപ്പയുടെ പൈസയൊന്നുമില്ല. എനിക്ക് ഒത്തിരി എക്സാം എഴുതാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം ഉടനെ തന്നെ പാസ്സാക്കി എന്നെ ജർമ്മനിക്ക് അയക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അപ്പനെ സഹായിക്കണം. അങ്ങനെ ജർമ്മനിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എത്തിച്ചേർന്നാൽ മതി, ഈ വർഷം തന്നെ എനിക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ നീലത്തിരിയിൽ ഞാൻ കത്തി ജ്വലിക്കുന്നൊരു ഹൃദയത്തിൻ്റെ രൂപം കണ്ടു. മാതാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം പോലെ എനിക്കത് തോന്നി. അത് ഞാൻ അപ്പോഴേ തന്നെ ഫോട്ടോ എടുത്ത് അമ്മേനെയൊക്കെ കാണിച്ചു. എനിക്കതൊരു വലിയൊരു സിഗ്നലായിട്ട് തോന്നി, അമ്മ മാതാവിനെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. എങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്കാണ് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഒരു മാർഗ്ഗവും ഇല്ല ടിക്കറ്റ് എടുക്കാൻ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാൻ ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഞാൻ ടിക്കറ്റ് പോയി ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കൂടി നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു മാർഗ്ഗവും എനിക്ക് നടക്കുകയില്ല, ഉടനെ എനിക്ക് പോകാൻ നടക്കുകയില്ലെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ടിക്കറ്റ് 38,000 രൂപയ്ക്ക് തന്നെ എടുക്കാൻ പറ്റും. അത് മെയ് 9-ാം തീയതി പറ്റും, ബ്ലോക്ക് ചെയ്തിടാം. ആ സമയത്ത് എനിക്ക് പൈസ കൊടുക്കാൻ ഇല്ലായിരുന്നു അത്രയും പൈസ. പക്ഷെ അവർ പറഞ്ഞു ബ്ലോക്ക് ചെയ്തിടാം, അടുത്ത ദിവസം വന്ന് എടുക്കാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പയുടെ വീട്ടിൽ വന്ന് പറയുന്നത്. പപ്പയാണെങ്കിൽ ആപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്ങനെ പൈസ ഉണ്ടാക്കും, ഇപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ, ആരോടും ചോദിച്ചിട്ടും തരുന്നില്ല, ആരും സഹായിക്കാനില്ല, എന്നാ ചെയ്യുമോ, ആ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ
ഭയങ്കര പൈസ കൂടും, ഒരു മാർഗ്ഗവും ഇല്ലയെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു കസിൻ, പപ്പയുടെ അനിയൻ സഹായിക്കാമെന്ന് പറയുന്നത്. പപ്പ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ പപ്പയോട് പറഞ്ഞു, അമ്മ മാതാവ് ഉണ്ടല്ലോ, എനിക്ക് എക്സാം പാസ്സാക്കി ഇത്രയൊക്കെ നടത്തി തന്നില്ലേ, അമ്മ മാതാവ് എന്തായാലും നമ്മളെ കൈവിടത്തില്ല എന്നൊക്കെ ഞാൻ പപ്പയോട് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ആ ഒരു ബന്ധു കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ചേട്ടായി പറഞ്ഞു, നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തോ, പൈസ ചേട്ടായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും നടത്തി തന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ അന്ന് തന്നെ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റി, ആ റേറ്റിന് തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലാതെ നിൽക്കുന്നൊരു സമയത്താണെങ്കിൽ പോലും എവിടെ നിന്നാണെന്നറിയത്തില്ല, അമ്മ മാതാവ് എവിടെ നിന്നൊക്കെയോ ആരുടെയൊക്കെയോ അമ്മ മാതാവ് അയക്കുന്നതാണ്, ഓരോരുത്തരെ അയക്കുന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. എന്തായാലും അമ്മേനെ വിശ്വസിച്ചാൽ മതി, ഉറപ്പായിട്ടും അമ്മ എന്തായാലും അത് നമുക്ക് നടത്തി തരും അന്നെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഇതിനു മുന്നേ എന്നും ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ പള്ളിയിലൊന്നും എല്ലാ ഞായറാഴ്ചയൊന്നും പോകത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കാതെ ഞാൻ കിടക്കാറില്ല. എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും, കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും, പിന്നെ കൂടുതലായിട്ടും ആശുപത്രികളിലൊക്കെ ഉള്ളവരൊക്കെ പോയിട്ടാണ് കൊടുക്കാറ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കും പിന്നെ എനിക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും കൂടി ചേർന്ന് ആശുപത്രിയിലോട്ടും പള്ളിയുടെ അടുത്തുള്ള സ്നേഹാലയത്തിലോട്ടും ഒക്കെ ചോറും പൊതിയെല്ലാം കെട്ടി കൊടുത്ത് അങ്ങനെ കുറേ സഹായിച്ചു. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടം വരെ എത്തിച്ച് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഈ ശനിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നിർത്തില്ല. ഞാൻ ഇനിയും മുമ്പോട്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും എന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എസെക്കിയേൽ 36:26-27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. സനിയമോൾ സജി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ജർമ്മൻ ഭാഷാ പഠന പരീക്ഷകൾ വിജയിച്ചതും ജർമ്മൻ പ്രോസസ്സ് പൂർത്തീകരിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അമ്മ മാതാവ് ഒരുക്കിക്കൊടുത്തതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, ആദ്യം തൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടിയോട് അത്ര മമതയില്ലാതെ അത് എടുക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോലും അതിനോട് വകവയ്ക്കാതെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടത്. നമുക്ക് ഉടമ്പടി നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ ഈ നാളുകളിൽ ദൈവമൊരുക്കിയ ഒരു പദ്ധതിയാണ്. മരിയൻ ഉടമ്പടി ഈ കാലഘട്ടത്തിൽ ലോകത്തിന് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം കൈമാറിയ ഒരു സമ്മാനമാണ്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ തന്നെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഭൗതിക ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാനും അതിനുള്ള അലക്ഷ്യമായ രീതികളെ പൂർണ്ണമായി നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുവാനും അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ജീവിതത്തെ കൂടുതൽ ഉൾക്കാമ്പുള്ളതാക്കുവാൻ വേണ്ടി ഈ നാളുകളിൽ നൽകിയ ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഇതെന്തെങ്കിലും പുതിയ കാര്യമല്ല, ഇതെന്തെങ്കിലും ഭാരപ്പെട്ടതല്ല. ഇത് നമ്മുടെ ആത്മശരീരങ്ങളെ ദൈവഹിതപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സമർപ്പിക്കുവാൻ, ജീവിക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ, നമ്മുടെ ജീവിതാവസ്ഥയിൽ നിലനിൽക്കുവാൻ, മറ്റുള്ളവരോട് ദൈവസ്നേഹത്തോടുകൂടി ഇടപഴകുവാൻ നമുക്ക് ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന വലിയൊരു ദൈവിക സമ്മാനമാണെന്ന്.
അങ്ങനെ ഒരു സമ്മാനമായി ഉടമ്പടിയെ കണ്ടുകൊണ്ട് അതിനെ സ്വാംശീകരിക്കുകയും ജീവിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശിലാഹൃദയങ്ങൾ മാറുന്നുണ്ട്, ദൈവത്തിന് നമ്മൾ പ്രഥമ സ്ഥാനം നൽകുന്നുണ്ട്, നമ്മുടെ രീതികളിൽ കുറേ കൂടി അലിവുള്ളവരായി നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവം ഒരുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ എളിമപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉടമ്പടി നമ്മളിൽ തന്നെ ഒരു റീവർക്ക് കൃത്യമായി നമ്മുടെ മനോഭാവങ്ങളിലും ജീവിത രീതികളിലും കൊണ്ടുവരികയാണ്. മകൾ അതാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ പരീക്ഷ അമ്മ മാതാവ് വളരെ ദാരിദ്ര്യമുള്ള കുടുംബമായതുകൊണ്ട് വീട്ടിൽ മുടക്കുവാൻ പണമൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ സാഹചര്യം അറിയുന്ന അമ്മ ആദ്യത്തെ തവണ തന്നെ എനിക്കത് വിജയമാക്കി തന്നുവെന്ന. വീണ്ടും വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് ഓരോ കാര്യവും ക്രമീകരിച്ചു. അവസാനം കുട്ടികൾ സാധാരണ 70,000, 80,000 1,00,000 ഒക്കെ കൊടുത്താണ് ജർമ്മനിയിലേക്ക് ഏറ്റവും പീക്ക് സീസണിൽ ടിക്കറ്റ് എടുത്ത് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്ക് അമ്മ മാതാവും മകൾക്കത് ഓഫർ ചെയ്തു കൊടുത്തു, 38,000. വളരെ അപൂർവമായിട്ടാണ് അവിടെ ഇൻടേക്ക് നടക്കുന്ന സമയത്ത് ഈ നിരക്കിൽ ടിക്കറ്റ് കിട്ടുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, അതെടുക്കുവാൻ പോലും നിർവാഹമില്ലാത്തപ്പോൾ അമ്മ തന്നെ ഒരു മനുഷ്യനെ പ്രചോദിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തോട് ചേർത്ത് നിർത്തി സഹായിക്കുവാൻ ഒരു ദൂതനെ പോലെ വഴിയൊരുക്കി കാര്യങ്ങൾ പരിപൂർണമായും നിർവഹിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മൾ എങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മയിൽ എങ്ങനെ നമ്മൾ ആശ്രയിക്കുന്നു, അമ്മ കൂടെ നിന്ന് ഈശോയുടെ ശക്തമായ പ്രവൃത്തികൾ എനിക്ക് നേടിത്തരുമെന്ന് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു, അതിന് നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് ദൈവശരണത്തിൻ്റെ പുതിയ ആത്മാവുള്ള ദൈവസ്നേഹത്തോടു കൂടി ഓരോരുത്തരോടും ഇടപഴകുന്ന ഒരു ജീവിതമാണ്. നാം അതിന് തയ്യാറാണെങ്കിൽ ദൈവം അവൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടെ നിന്ന് ഉയർത്തുവാൻ തയ്യാറാണ്. അതാണ് ഓരോ സാക്ഷ്യവും പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലീനാമോൾ സ്റ്റാൻലി. ഞാൻ വരുന്നത് ബാംഗ്ലൂർ ഹുളളി ക്രൈസ്തഹിങ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവ് സ്റ്റാൻലി, മക്കൾ അലൻ, ആൻസി. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് മെയ് 6, 2024 എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഈ വേദിയിൽ, ഈ തിരുസന്നിധിയിൽ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റേത്. ഞാൻ ആദ്യം പറയുന്നത്, ഞങ്ങൾക്ക് ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ വെക്കേഷനും ഞാനും മക്കളും കൂടി സൗദിയിൽ പോകാറുള്ളതാണ്. കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നു. അത് ഒക്ടോബറിൽ പോകാമെന്ന് കരുതിയ സമയത്താണ് എൻ്റെ മകന്, അവൻ പഠിക്കുന്നത് കർണാടകയിൽ PUC, അതായത് ഇവിടുത്തെ +2 തന്നെയാണ്, ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒക്ടോബറിൽ അവന് എക്സാം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല, വിസ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളങ്ങനെ എന്നാൽ വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ആഗസ്റ്റ് 12 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, നിങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യവും 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന്. എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ആളും ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അന്ന് വൈകിട്ട് ആൾ പറഞ്ഞു, നമുക്ക് ഒന്ന് അവൻ്റെ സാറിനെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കാം, സാർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ്, സാരമില്ല, 2 പരീക്ഷയുടെ ഇതല്ലേ, അത് വന്നിട്ട് എഴുതിയാൽ മതി എന്നുള്ള വിധത്തിൽ സാർ സംസാരിച്ച് ഞങ്ങളങ്ങനെ പേപ്പറുകൾ നീക്കി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നു. എക്സാം മാറ്റി വെച്ചിട്ട് മകനെ സൗദിയിലേക്ക് പോകണ്ട എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റഡ് കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവൻ്റെ എക്സാം മാറ്റാൻ ഞങ്ങൾക്ക് ആർക്ക് സാധിക്കില്ല, പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് അത് സാധിക്കുമല്ലോ, അത് ഞങ്ങൾക്ക് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവൻ്റെ എക്സാം മാറ്റി കിട്ടുകയും 8 ഞങ്ങൾ ഒക്ടോബർ 8 എന്ന എക്സാം ഒക്ടോബർ 9 മാറ്റി കിട്ടി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 44 ദിവസം സെപ്റ്റംബർ 23 ഞങ്ങൾ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അടുത്തത് എൻ്റെ മകളുടെ കാര്യം. അവൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നവളാണ്.
അവൾ കളിക്കാറുണ്ട്, എപ്പോഴും നോർമലായി അങ്ങനെ പോകണം. പക്ഷേ ഒരു കഴിഞ്ഞ മത്സരത്തിന് എന്നോട് വന്ന് പറഞ്ഞു, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് ഈ മത്സരം ജയിക്കണം, എൻ്റെ ടീം ജയിക്കണം, അമ്മ പ്രാർത്ഥിക്കണം മാതാവിനോടെന്ന്. ഞാനപ്പോൾ മാതാവിനോട് കൊന്തയിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, ഇതിൽ അവളെന്നോട് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അമ്മ ഇവൾക്ക് ആ ടീമിന് വിജയം നൽകണം, അവൾക്ക് ഫസ്റ്റ് പ്രൈസ് നൽകി മാതാവ് അനുഗ്രഹിച്ച് അതിനും മാതാവിന് 1000 നന്ദി ഞാൻ അറിയിപ്പിക്കുന്നു. അടുത്തത് എൻ്റെ ഇളയ മകൾ ആൻസി. അവൾ 5.5 വയസ്സ് ഞാൻ UKG ചേർക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടുന്ന് അവരുടെ നിയമം അനുസരിച്ച് 5.5 വയസ്സ് കഴിഞ്ഞുകൊണ്ട് 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തണമെന്ന് അവരാവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഇരുത്തി. അവൾ പഠിക്കണുണ്ട്, പക്ഷേ അവൾക്കെന്തെങ്കിലും റീഡിങ്ങും ഇതൊക്കെ പ്രോബ്ലമായി. പക്ഷേ അങ്ങനെ അവൾ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് 2-ാം ക്ലാസ്സിലേക്ക് കയറി. 2-ാം ക്ലാസ്സിലായപ്പോഴും വായിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും ഒത്തിരി വേർഡ്സൊക്കെ എഴുതാനും പാടായി. അവരെ സ്കൂളുകാരാണെങ്കിൽ അവളെ 2-ാം ക്ലാസ്സിൽ ഇരുത്താനും സമ്മതിക്കണം, അവൾ എല്ലാ വിഷയം ജയിക്കണമുണ്ട്, അതുകൊണ്ട് 2-ാം ക്ലാസ്സിൽ ഇരുത്തത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. 3-ാം ക്ലാസ്സിലേക്കും കയറി. 3-ാം ക്ലാസ്സിൽ ഞാൻ മാതാവിനോട്, അമ്മ ഇനി മുകളിലേക്ക് കയറ്റി വിട്ട് തന്നെ ഒത്തിരി പഠിക്കാനുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ അമ്മ മാതാവിൻ്റെ സഹായം ഞങ്ങൾക്ക് കൂടിയേ തീരുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് സ്കൂളുകാരോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതിത്തരാം, അവളെ 1 വർഷവും കൂടി പിന്നെ 3-ാം ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കണം, അവൾക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവളോട് സംസാരിച്ചു, അവൾ ഓക്കെ ആയി, അവളിപ്പം നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് ജപമാല റാലിക്ക് വരാനായിരുന്നു കുടുംബസമേതം. 2024 ഞാനും ഹസ്ബൻഡും കൂടി പങ്കെടുത്തതായിരുന്നു. 2025 ഞങ്ങൾക്ക് എല്ലാവർക്കും വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് മാതാവിന് പ്രാർത്ഥിച്ച് ലീവ് കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ എൻ്റെ മോൾക്ക് ഛർദിലും ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഞാനപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് ഉടമ്പടി ഇവിടെ പുതുക്കണമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഇത്രയും ദൂരം വന്നത് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. ഇതിൽ മകൾക്ക് സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ ഒരാൾ സ്റ്റക്കാവും. എന്തായാലും അമ്മ അവളുടെ എല്ലാവിധ അസുഖങ്ങളും മാറ്റിത്തരണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതം ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അമ്മ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ആർക്കും യാതൊരു കുഴപ്പമില്ലാതെ ജപമാല റാലി പൂർത്തിയാക്കാൻ മാതാവ് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ മകൻ അലൻ, ഞാൻ പറഞ്ഞല്ലോ കർണാടക PUC +2 ആണ്. അവൻ പഠിച്ചിട്ടുണ്ട്. അവന് എക്സാമിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിത്താലും തേച്ച് കൊടുക്കുകയും ചെറിയ കാശിലും അവൻ്റെ പോക്കറ്റിട്ട് ഉപ്പ് കൊടുത്ത് വിടുകയെല്ലാം ചെയ്യാറുണ്ട്. അവന് പരീക്ഷയ്ക്ക് ഡിറ്റിൻഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതിനും മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ സൗദിയിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും ഭയക്കുന്ന സമയമാണ്. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട സമയമാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തത് മുതൽ തന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡ് അമ്മ വിളിച്ച് പറയുമ്പോൾ പോലും എനിക്ക് എൻ്റെ മനസ്സിലൊരു ധൈര്യമായിരുന്നു, മാതാവ് കൂടെയുണ്ടല്ലോ, മാതാവ് കൂടെയുള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ധൈര്യം തന്നെ എന്നെ നിലനിർത്തി എനിക്കൊരു ഭയമില്ലാതെ ഇങ്ങോട്ട് ഇവിടെ ഇപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി ലീവ് അപേക്ഷിച്ചപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. മാതാവിൻ്റെ ഇടപെടൽ മൂലം തന്നെ ഈശോ അത് ലീവെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് അതിനും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇനി എനിക്ക് ആത്മീയമായി കിട്ടിയ കാര്യമാണ്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു കുർബാനയ്ക്ക് മുടങ്ങാതെ പോകാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും അത് ആദ്യത്തെ ഒരു 2-3 മാസം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്ത് കാര്യം രാവിലെ ഞങ്ങളുടെ പള്ളിയിലെല്ലാം കുർബാന, അല്ലെങ്കിൽ വൈകുന്നേരം, ഈ 2 സമയവും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര, ഒന്ന് സ്കൂളിൽ വിടണം, ഒന്ന് വൈകുന്നേരം ട്യൂഷനാക്കാൻ പോകണം, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു ദിവസം എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ വഴി ഞങ്ങളുടെ സെൻറ്റ് ജോൺസ് ചർച്ചിൽ, സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്, സെൻറ്റ് ആൻറ്റീൻസ് ചർച്ച്. അവിടെ ഞാൻ കയറിയതാണ്. അവിടെ വെച്ച് അറിയണം 12 മണിക്ക് എല്ലാ ദിവസവും അവിടെ കുർബാനയുണ്ട്. ഇംഗ്ലീഷ് കുർബാനയാണ് എല്ലാ ദിവസവും ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ സമയം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മാതാവ് എന്നെ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ വിട്ട് എനിക്ക് സുഖമായിട്ട് പോയി കുർബാന കൂടി തിരിച്ചു വന്ന് അവർ 2:30 അതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ കയറാം. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ച് ഇപ്പം ഞാൻ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കുടുംബ പ്രാർത്ഥന, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. എനിക്ക് ഹസ്ബൻഡ് കുടുംബ പ്രാർത്ഥന ചെല്ലണമെന്നുള്ളതായിരുന്നു. വീട്ടിലുള്ളപ്പോൾ പുള്ളി തന്നെയാണ് ലീഡ് ചെയ്യണത്. പക്ഷേ ഇപ്പം പുള്ളി ഓൺലൈൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടി കുടുംബ പ്രാർത്ഥന ചെല്ലാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരും 3 തൊട്ട് ഞാൻ കൊണ്ടുപോകും. അല്ലാതെ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൾ ഇവിടെ എല്ലാ മാസവും വരും. അവൾ എനിക്ക് ആ പത്രം മേടിച്ച് തന്ന് അയച്ചു തരും. ഞാനതവിടെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അടുത്ത കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, പഠിക്കാൻ പൈസ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഓർഫനേജിൽ ഞാൻ സാമ്പത്തികമായി സഹായം നൽകുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ വഴിയരിയിലിരിക്കുന്ന അവർക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്.
എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 44-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും, അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും, അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. ലീന മോൾ സ്റ്റാൻലി കുടുംബം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്തതിനെക്കുറിച്ചും അവർക്ക് സംഭവിക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മ വളരെ ശക്തമായി നേരിടാനുള്ള ശക്തിയും ബുദ്ധിയും ശക്തിയുമെല്ലാം അവർക്ക് നൽകിയതിനെക്കുറിച്ചും ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചതിലുള്ള അതിയായ കുടുംബത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് ലീന മോൾ ഇവിടെ ഏറ്റുപറഞ്ഞത്. നമുക്ക് മനസ്സിലാവുന്നത് പോലെ മൂന്നാമതും അവർക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ള വലിയ സൗഭാഗ്യമാണ് ഈശോ അവർക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ ഹസ്ബൻഡിനെ ജീവിത പങ്കാളിക്ക് സൗദിയിൽ ഒരു തടസ്സം വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരെപ്പോഴും ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അതിനുള്ള വലിയൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ വളരെ കൃത്യമായി ഉടമ്പടി ഒരു ഫോളോ അപ്പായി നമ്മളെപ്പോഴും അത് കൂടിയിരിക്കണമെന്ന് ഉള്ളൊരു വലിയ ശക്തമായ നിബന്ധനയാണ്. അത് ഈ കുടുംബം അത് കൂടുന്നത് കൊണ്ടാണ് അവർക്ക് കൃത്യമായി പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എന്താണെന്നും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും സാധിച്ചത്. അവരതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് കൃത്യമായി പ്രാർത്ഥിച്ച് മകൻ്റെ, നമുക്കറിയാവുന്ന പോലെ പ്രയർ മൂവ്സ് ദ മൗണ്ടൻ, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ചെന്ന് കടലിൽ പതിക്കുക എന്ന് പറയുന്നത് പോലെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് മകൻ്റെ ഒരു +2 എക്സാം പോലും PUC എക്സാം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ അവർക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ കുടുംബസമേതം ജപമാല റാലിക്ക് വന്ന് ഇവിടെ പങ്കെടുക്കുവാനും എല്ലാ തടസ്സങ്ങളും അതിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവർക്ക് മാറ്റിക്കൊടുക്കാനും സാധിച്ചു. എത്ര തന്നെ തടസ്സമായി സൗദിയിലോ ലോകത്തെവിടെയും ലോകമഹായുദ്ധമുണ്ടായാൽ തന്നെയായാലും നമ്മുടെ കാര്യങ്ങളിൽ ഈശോ വളരെ ശ്രദ്ധാലുവാണെന്ന് ഈ മകൾക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നു. കുടുംബത്തോടൊപ്പം സൗദിയിൽ നിന്ന് ലീവെടുത്ത് ഹസ്ബൻഡിനോടൊപ്പം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം അവർക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലീന മോളുടെ ഒരു വലിയ അനുഗ്രഹമായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം ഈശോ മാറ്റിക്കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ്. 12 മണിക്ക് എനിക്കൊരു ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഈശോ മകൾക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ആഗ്രഹിക്കുന്നതിനപ്പുറം ഈശോ നമുക്കെല്ലാം തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കും. കുടുംബ പ്രാർത്ഥന കൂട്ടമായി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഓൺലൈൻ. ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വരുന്നു. കൂട്ടത്തോടെ പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടി ലഭിച്ചിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ലൈനിലേക്ക് ഗ്രീൻ സിഗ്നൽ ഇട്ട് ഈശോയ്ക്ക് നൽകുന്നത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ജീവിതക്രമത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബം വളരെ സന്തോഷത്തോടും ജീവിതഭാരങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, ഈശോയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അഭിഷേകം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലീന മോൾ സ്റ്റാൻലിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് വിഷ്ണു. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം, ഞാൻ ഇന്ത്യൻ ആർമിയിൽ 14 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു നല്ല പോസ്റ്റിലേക്ക് കയറി നന്നോളം ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ഒത്തിരി സ്വപ്നത്തോടു കൂടിയാണ് ഞാൻ ആർമിയിൽ കയറിയത്. പക്ഷെ എനിക്ക് ആ പോസ്റ്റ് അത്രയും നാളായിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഒരു സർവീസ് ചെയ്യാനും എനിക്ക് ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് സാലറിയിലാണെങ്കിലും എനിക്കൊരു ഉയർച്ച ഉണ്ടായില്ല അത് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ നാട്ടിലിങ്ങനെ നടക്കുമ്പോഴാണ്, അപ്പോൾ ഇഷ്ടംപോലെ കടങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിൽ നടക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഞാൻ പരിചയപ്പെടണേ. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു എക്സാം ഉണ്ട്, എനിക്കൊരു പള്ളിയിലൊന്ന് പോകണമായിരുന്നു, അത് ആലപ്പുഴയുള്ളൊരു പള്ളിയാണ്, അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്രയും നാൾ ഞാൻ അമ്പലത്തിലൊന്നും പോകണില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിലും പോകണില്ല, പ്രാർത്ഥിക്കൊന്നും വേണ്ട, അങ്ങനെ ചിന്താഗതി കണക്ക് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തിനെ എനിക്കെന്തോ നല്ലോണം എനിക്കങ്ങ് ഇഷ്ടമായി. നല്ലൊരു സഹകരണമായിരുന്നു ഈ സുഹൃത്തായിട്ട്.
അദ്ദേഹം ആ സുഹൃത്ത് കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തണം, പിന്നെ ഒരു ദിവസം ഞാൻ സാക്ഷ്യം പറയും. അപ്പോൾ അങ്ങനെ ആ സുഹൃത്തിൻ്റെ കൂടെ ഞാനിവിടെ പള്ളിയിൽ വന്ന് ഞാൻ ഇവിടെ മുട്ടുകുത്തി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ മൈക്ക് എടുത്ത് ഇവിടെ പല സാക്ഷ്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്നേരം എന്താണെന്നൊന്നും മനസ്സിലായി. കൃപാസനം എന്നുള്ള ബോർഡ് പോലും ഞാൻ വായിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച വണ്ടിയെടുത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി. തിരിച്ച് ഞാൻ ലീവ് കഴിഞ്ഞ് യൂണിറ്റിലോട്ട് പോയി. യൂണിറ്റിൽ ചെന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ എനിക്ക് വാട്സപ്പ് ത്രൂ എനിക്ക് ഇട്ട് തരുവാണ്. ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്ത സങ്കടമായി. എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് വന്നെന്നും ഉടമ്പടി എടുക്കണം എന്നൊക്കെ എനിക്ക് വലുതായ ഒരു ആഗ്രഹം എനിക്ക് തോന്നി. അപ്പോൾ ലീവ് കഴിഞ്ഞ് പോയാൽ നമുക്കൊരു ഇത്ര മാസങ്ങൾ കഴിയാണ്ട് നമുക്ക് ലീവ് തരത്തില്ല വീണ്ടും. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നൊരു നോയമ്പെടുത്തു. ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ ഞാൻ ഇറച്ചി മീനും കഴിക്കില്ല. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് ലീവ് മേടിച്ച് കഴിഞ്ഞ് ഞാൻ മാതാവിനെ കോതമംഗലത്ത്, അതായത് 80 കിലോമീറ്ററിന് മേളിൽ ദൂരമുണ്ട്, ഞാൻ കോതമംഗലത്തു നിന്ന് മാതാവിനെ നടന്ന് വന്ന് ഞാൻ ഉടമ്പടി എടുക്കും. അപ്പോൾ മാതാവ് എനിക്ക് അതിനായിട്ട് ലീവ് എനിക്ക് മേടിച്ചെന്നു പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരു മാസമായില്ല, അതിനു മുമ്പ് എനിക്ക് അടുത്ത മാസത്തേക്ക് ലീവ് സാങ്ഷൻ ആവുകയാണ്. അങ്ങനെ ഞാൻ അപ്പോൾ വഴിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ടിക്കറ്റ് എടുക്കുമ്പോൾ കാശ്മീരിലാണ് ഞാൻ അന്നേരം. കാശ്മീരിൽ അപ്പോൾ വരുമ്പോൾ ഫ്ലൈറ്റ് ത്രൂ വേണം നമുക്ക് വരാൻ. അപ്പോൾ അന്ന് ഈ മന്തിൻ്റെ ആയതുകൊണ്ട് പൈസയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് വഴി, അപ്പോൾ അതെല്ലാം മാതാവ് വഴി ഒരുക്കി തരണം. പൈസ തന്നു, ടിക്കറ്റ് എടുപ്പിച്ച് തന്നു. ഞാനിവിടെ വന്നു. ഞാൻ എൻ്റെ കോതമംഗലത്തു നിന്ന് നടക്കുവാണ്. കോതമംഗലത്ത് നിന്ന് നടക്കുമ്പോൾ വെച്ചാൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ആർമിയിലൊക്കെ പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ എനിക്ക് കാലിനൊക്കെ വേദന എടുത്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഈ പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ സർവശക്തനായ പിതാവ് വിശ്വാസ പ്രമാണവും സർവശക്തനായ പിതാവ് ഇതെല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചാണ് നടക്കണേ. അത് നടന്ന് എനിക്ക് രാത്രിയൊക്കെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നടക്കുമ്പോൾ വരെ എനിക്ക് ഉറങ്ങിപ്പോണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഉറങ്ങിപ്പോയാലും ഞാൻ ഇടയ്ക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വലിയൊരു കുഴിയുടെ മുന്നേ എന്നെ ആരോ പിടിച്ചു നിർത്തിയാലൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുന്ന അമ്മയാണ്, മാതാവാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് വീണ്ടും ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ഞാൻ എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട്. എല്ലാം പാലിച്ചാണ് ഞാൻ ഉടമ്പടിയിലൂടെ നടന്നത്. എനിക്ക് രാവിലെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എത്രയും ചെയ്യും. അപ്പോൾ എത്രയും ദിവസം പ്രാർത്ഥനയൊന്നും ഇല്ലാണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ബൈബിൾ വായന, പ്രാർത്ഥന, ഇതിലേക്ക് എല്ലാം ഇൻവോൾവ് ആവുകയാണ്. അതൊക്കെ മാതാവിൻ്റെയും കർത്താവിൻ്റെയും ഇടപെടലാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ലീവ് കഴിഞ്ഞു തിരിച്ചു പോയി. എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇപ്പോൾ എൻ്റെ കടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നടന്നിട്ടില്ല. വേറെ എങ്ങോട്ടേലും ജോലിക്ക് വെക്കണം, വേറെ പോസ്റ്റിംഗ് കിട്ടുമോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. പട്ടാളത്തിൽ കയറി ആ ഒരു പീരീഡ് കഴിയാണ്ട് അവർ ഇറക്കി വിടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ നിയോഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വിദേശത്തൊരു ജോലി ശരിയാക്കി തരണം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് പോവും. അതുപോലെ ഇവിടെ വീണ്ടും വന്ന് അടുത്ത ലീവിന് വന്നപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വന്നേ. അപ്പോൾ ഞാൻ മാതാവ് ഈ പ്രാവശ്യം എൻ്റെ കൂടെ വരണം, എന്തായാലും എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റാറില്ല ആർമിയിലായതുകൊണ്ട്. ഞാനന്ന് ബാഗ് നിറച്ച് ഞങ്ങളുടെ ഒരു ബാഗുണ്ട്, അത് ബാഗ് നിറച്ച് ഞാൻ പത്രം ഒരു 100-150 പത്രം ഉണ്ടായിരുന്നു. ആ പത്രം മേടിച്ച് ഞാൻ നടന്നു. കോതമംഗലം വരെ തിരിച്ച് നടന്നു ഞാൻ. അത് മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെടണം. അപ്പോൾ എനിക്കപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ അതുള്ളൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിലൂടെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ പത്രം കൊടുത്ത് ഞാൻ കോതമംഗലം വരെ പത്രം കൊടുത്ത് നടന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് എൻ്റെ ബാക്കി ചെയ്യാൻ പറ്റാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ നോക്കുവാണ് ലീവിൽ. ഞാൻ ചെയ്തു. എനിക്ക് മറ്റേ ഓർഫണേജിലും ഒക്കെ പോയി ഞാൻ അപ്പച്ചന്മാരെ കുളിപ്പിക്കാനും അങ്ങനെ അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഞാൻ അടുത്ത് ഓർഫണേജിലൊക്കെ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സ് തന്നെ ചോദിക്കും, നീ 20 ദിവസത്തെ ലീവിനെ കൊന്നിട്ട് എന്തിനാണ് ഇവിടെ വന്നെ, നീ ചെയ്യണത് വലിയ കാര്യങ്ങളല്ലേ. പക്ഷേ എനിക്കത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. എനിക്ക് മാതാവിനും ഈശോയ്ക്കും വേണ്ടി എന്നാ അത് ചെയ്യാൻ പറ്റുന്നത്. അത് ആ ലീവിൽ എനിക്ക് തുച്ഛമായ സമയമുള്ളൂ. ആ സമയത്ത് ഞാനത് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പണ്ട് മുതലേ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് പോയി എനിക്ക് VRS വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ VRS വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്താൽ അത് റിട്ടയർമെൻറ്റ്, വോളണ്ടിയർ റിട്ടയർമെൻറ്റാണ്. അത് വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇരിക്കുന്ന ഓഫീസേഴ്സ് ഒന്നും സമ്മതിക്കണില്ല. അപ്പോൾ ഞാനെന്നിട്ട് ഇങ്ങനെ കുറേ നേരം മാതാവിനോട് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങളുടെ ഇൻചാർജ് ഇരുന്ന കേണൽ പുള്ളി സ്ഥലം മാറി പോവുകയാണ്. അതുപോലെ തന്നെ ഇൻചാർജായിട്ട് വന്നൊരു ഓഫീസർ വേറെ നല്ല ഓഫീസറാണ്.
നല്ലൊരു ഓഫീസറായിരുന്നു വന്നത്. പിന്നെ എൻ്റെ ഒരു കമാൻഡർ എന്ന് പറഞ്ഞൊരു ഇൻചാർജ് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മാറി എനിക്ക് പേഴ്സണലായിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ് വന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആ വചനമാണ് ഓർമ്മ. ഏശയ്യ 45:3-2 വചനമാണ് എനിക്ക് ഓർമ്മ. വചനത്തിൽ പറയണ പോലെയാണ്, ഞാൻ നിനക്ക് മുമ്പ് പോയി മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കപ്പെടും എന്നൊക്കെ, ഇരുമ്പ് ഉടമ്പൽ ഓടിച്ചു കളയുന്നുള്ള വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലായി മാതാവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ടെന്ന്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇനി VRS എടുത്ത് എൻ്റെ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ ഏത് രാജ്യത്തോട്ട് പോകണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ കുറച്ച് രാജ്യങ്ങളിങ്ങനെ നോക്കി, ജോലി സാധ്യതകളൊക്കെ ഉള്ള രാജ്യങ്ങളൊക്കെ നോക്കി ഞാനിങ്ങനെ മാതാവിന് വെച്ച് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു രാജ്യം, ഒരു പേരെടുത്ത് ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ മാതാവ് പറഞ്ഞു ജർമ്മനിയാണ് എനിക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെങ്ങനെ ജർമ്മനിക്ക് പോകാനാണ്, ജർമ്മനിയിൽ പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അപ്പോൾ എനിക്ക് ഇതായി, ഇപ്പം മാതാവ് പറഞ്ഞതാണ്, അപ്പോൾ നടക്കാണ്ടിരിക്കില്ല, മാതാവിൻ്റെ വാക്കല്ലേ, മാതാവ് പറഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്കതിൽ തന്നെ നിൽക്കാൻ ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഏജൻസി നടത്തണേ. അപ്പോൾ അവൻ പറഞ്ഞു, അവനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ജർമ്മനിക്ക് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനും എന്നോട് പറയണേ ജർമ്മനിക്ക് വയ്ക്കാം, ജർമ്മനിക്ക് പല സ്കോപ്പുകളുണ്ട്, അപ്പോൾ അങ്ങനെ വിസ കിട്ടാൻ എളുപ്പമായി ഇപ്പോൾ എന്ന് പറഞ്ഞ് അവൻ ജർമ്മനിക്ക് വെച്ചു. ഞാനങ്ങനെ ജർമ്മനിക്ക് വിസ ചെയ്തു. എൻ്റെ VFSലേക്ക് പോയി, ബാംഗ്ലൂർ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഡേറ്റ് എടുക്കണമായിരുന്നു ആദ്യമേ. അപ്പോൾ ഡേറ്റ് എന്ത് ചെയ്താൽ കിട്ടുന്നില്ലായിരുന്നു. ഡേറ്റ് കിട്ടില്ലാണ്ടായപ്പോൾ അവനും വിഷമമായി. ഇപ്പോൾ ഈ ജർമ്മനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല, യുദ്ധമൊക്കെയാണ്, ഡേറ്റ് കിട്ടുന്നില്ല, എന്ത് ചെയ്യുന്ന. അപ്പോൾ അവനും വിഷമം, എന്നോട് പറഞ്ഞു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടെ വന്ന് മുട്ടുകുത്തി മാതാവിൻ്റെ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഫോണ് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലായിരുന്നു തന്നെ. എൻ്റെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നുണ്ട്, അവൻ്റെ കോളായിരുന്നു. അതായത് ജർമ്മനിക്കുള്ള ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഡേറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് കോൾ വന്നതാണ്. ഞാൻ തിരിച്ച് ഇറങ്ങി ഡേറ്റ് ചോദിച്ചു, എന്നാ ഡേറ്റ് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതി ഉള്ളൂ. അപ്പോൾ 8-7 ഭയങ്കര പ്രാധാന്യമുള്ള ഡേറ്റാണ്. അപ്പോൾ മാതാവിൻ്റെ ഒരു ബർത്ത്ഡേ ആണെന്ന് 8-ാം തീയതി, ആ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ 8-ാം തീയതി ഇപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ ഒരു ഡേറ്റാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി, VFC പോയി. VFCയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ശക്തമായിട്ട് ഈ ഇതുണ്ട്, പല ദേഷ്യവും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിശാച് കയറി കളിക്കണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ അമ്മയെ കുറിച്ചിരുന്നു, പ്രാർത്ഥിക്കണം, എനിക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്, എന്നെ VFSയിലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ശരിക്കും കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഉള്ള പള്ളി കയറി കുർബാനയെ കൂടിയിട്ടാണ് ഞാൻ VFC പോയി VFSന് വെച്ചത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് VFS അപ്ലൈ ചെയ്തത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ അന്ന് ദിവസം രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പകൽ കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കാണുവാണ്. ഞാൻ അവിടെ കോതമംഗലത്ത് കുർബാന വിടാനൊക്കെ ആയിട്ട് പോകാറുന്ന പള്ളിയിൽ യേശുക്രിസ്തു ഇങ്ങനെ, അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേക്കണ ആ ഫോട്ടോയാണ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തീഗോളം പോലെ ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ അകത്ത് യേശുക്രിസ്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തേക്കടെ ആ പള്ളിയുടെ സൈഡിലാണ് നിൽക്കണേ. പള്ളിയുടെ സൈഡിൽ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ അതിൽ നടന്നു വന്നു. ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാനിങ്ങനെ വിശക്ക് വെച്ചേക്കാണ്. അപ്പോൾ അച്ഛൻ നീ ജർമ്മനിക്ക് പോകണോ അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്നാന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ VFSയിൽ ഇത് വെച്ചു. എന്ത് ചെയ്തിട്ട് എൻ്റെ കുറച്ച് പ്രോബ്ലം വന്നു ഇതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ ഒരു ഡേറ്റിൻ്റെ സംബന്ധമായ ഡേറ്റ് എടുക്കാനായിട്ടും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വന്നായിരുന്നു. അതപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ മെയ് 5-ാം തീയതിക്കുള്ളിലാണ് നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മെയ് 7-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറയാറുണ്ട് എപ്പോഴും, സാക്ഷ്യം പറയാത്തവർ ഉടമ്പടിയിൽ നേരെയല്ല, അവരുടെ ഉടമ്പടി ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്കത് ശരിക്കും ചങ്കി കുത്താറുണ്ട് അച്ഛൻ പറയണത്. അച്ഛൻ എൻ്റെ ഉടമ്പടി ഞാൻ അത്രയും തെറ്റിച്ചിട്ടാണല്ലോ മാതാവ് ഇടപെടാത്തത്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇപ്പോൾ കള്ളനാണോ, ഉടമ്പടി കള്ളത്തരം കാണിച്ചുകൊണ്ടാണോ, എനിക്ക് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, മാറ്റാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ഞാൻ എപ്പോഴും മനസ്താപ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ അന്ന് മനസ്താപ പ്രാർത്ഥനയിലും, അത് ഞാൻ മനസ്താപ പ്രാർത്ഥന തന്നെ എനിക്ക് കാണാപ്പാടായി ചൊല്ലി. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു.
അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ബാംഗ്ലൂർക്ക് പോകാമെന്ന്. അപ്പോൾ ബാംഗ്ലൂർ ഒരു ജോലിക്ക് ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ വിസ വരുന്നവരെ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ ബാംഗ്ലൂർക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് നമ്മൾ പ്രേക്ഷിതവേല കുറേ ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ അടുത്ത് കുറച്ചൊന്ന് ശുശ്രൂഷകൾക്കായിട്ട് വന്ന് നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്തേക്ക് ഒരു 5 ദിവസം എങ്ങനെയും നിന്നിട്ട് പിന്നെ ബാംഗ്ലൂർക്ക് പോകാമെന്ന് ചോദിക്കുകയാണ്. ഞാൻ 5 ദിവസത്തേക്ക് വന്നാൽ ഞാൻ ഇന്നുവരെ ഇപ്പോഴും ഞാൻ ഇവിടെയാണ് നിൽക്കണേ. എനിക്ക് എൻ്റെ മാതാവ് വീട്ടില്ല. ഞാനിവിടെ വന്ന് കുറേ ധ്യാനവും ഇവിടെ ശുശ്രൂഷകൾക്കൊക്കെ പത്രം മടക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റി. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിലാവും. ഞാൻ ഭയങ്കര വിഷമിച്ചൊക്കെയായിരുന്നു വന്നേ. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മാതാവ് നമ്മളെ ക്രമീകരിക്കുകയാണ് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ വന്ന് ദേഷ്യപ്പെടാനോ അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഒരു മാറ്റം. ശരിക്കും ഇവിടെ രാവിലെ വൈകിട്ട് കുർബാനയുണ്ട്, കുർബാനയിടാൻ കൊന്തയെല്ലാം. അതുപോലെ ഇവിടെ വന്നാണ് ഞാൻ തന്നെ 1000 മണി ജപമാലയൊക്കെ ചൊല്ലിയത്. ഞാനും എൻ്റെ ഒരു ഇവിടെ തന്നെ മാതാവ് എനിക്ക് വേറൊരു സുഹൃത്തിനെ തന്നു. അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണ്. അപ്പോൾ ഞാൻ പോകാമെന്ന് വെച്ചാൽ അവൻ പറയാടാ നിൽക്ക് എന്ന് പറയും. അപ്പോൾ അത് മാതാവ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം ധ്യാനത്തിൽ പറയുന്നുണ്ട്. അച്ഛനൊരു വചനം പറയുന്നുണ്ട്. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം മർക്കോസ് 16:20 പറയുന്നുണ്ട്. അതായത് കർത്താവിൻ്റെ ഇടപെടലും കർത്താവ് നമ്മളോട് സഹകരിക്കുകയും വചനവും സാക്ഷ്യവും നൽകി നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളൊരു വചനമാണ്. അപ്പം ഞാൻ അങ്ങനെ കർത്താവിനോട് സംസാരിച്ചു. എനിക്കും കർത്താവിനെ മറ്റുള്ളവർക്ക് പകുത്തു നൽകുകയും ചെയ്യണം. അതുപോലെ തന്നെ എനിക്കും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ സഹകരണം വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം പ്രാർത്ഥിച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വചനം കിട്ടുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 14:3. അതിൻ്റെ അകത്തും കർത്താവ് പറയണ ഇതാണ്: ഞാൻ അവരോടുകൂടെ സഹകരിക്കുകയും അവർക്ക് അനുഗ്രഹവും നൽകുകയും അടയാളങ്ങൾ നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു വചനമാണ്. ആ പ്രാർത്ഥന ചൊല്ലി ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിത്യാരാധന ചാപ്പലിരുന്നാണ് ഞാൻ കൊന്തവല്ലി ഇവിടെ വന്ന് താഴെ വന്ന് ഇറങ്ങുമ്പോൾ ജോസഫ് അച്ഛൻ അവിടെ ചിരിച്ചുകൊണ്ട് കൊന്തയൊക്കെ പിടിച്ച് നിൽക്കുവാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛന് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ തലവെച്ചൊരു ബ്ലെസ്സിങ് മേടിച്ചു. അത് അപ്പോൾ ബൈബിളെടുത്ത് മെസ്സേജ് എടുത്തപ്പോൾ കറക്റ്റ് കർത്താവ് പറയണത് ഞാൻ ചോദിച്ച കാര്യം തന്നെയാണ്. ശരിക്കും കർത്താവ് എഴുതി തന്ന് വായിപ്പിച്ച പോലെ ആയിപ്പോയി എനിക്കത്. എനിക്ക് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്തൊന്ന് അനുഗ്രഹണം കിട്ടിയപ്പോൾ പറയണ്ട, വല്ലാത്തൊരു സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് റൂമിൽ പോയി വൈകുന്നേരത്തെ പ്രാർത്ഥനയിലാണ്. വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഒരു കരിനീല കളർ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ ഞാനതിൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു കുരിശ്. ആ കുരിശ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രകാശമായിട്ട് മാറി, ഒരു നീല പ്രകാശം. ആ നീല പ്രകാശം അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണേ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭിത്തിയിൽ കാണാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് മാതാവാണല്ലോ. അപ്പോൾ മാതാവിൻ്റെ ഇവിടെയുള്ള ഫോട്ടോയിലുള്ള മാതാവ് പോലെ നീല കളറിലുള്ള മാതാവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവാണല്ലോ ഇത് എന്ന് വിചാരിച്ച് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കണ്ണ് ചിമ്മുമ്പോൾ അതങ്ങ് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അപ്പോൾ അങ്ങനെ തോന്നിയായിരിക്കും ഇനി മാതാവിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതുപോലെ നല്ലോണം വിശ്വസിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ പിന്നെയും ആ നീല കളറിലെ കോളം വന്ന് പിന്നെ നോക്കുമ്പോൾ യേശുവിൻ്റെ രൂപമാണ്. അപ്പോൾ അതിൻ്റെ തോന്നുമ്പോൾ നീല കളറിലെ യേശുവാണ്. അപ്പോൾ നീല കളറിലെ മാതാവിനെയും നീല കളറിലെ യേശുവിനെയും ഞാൻ കാണുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഫോട്ടോയിലേക്ക് വിട്ട് ഞാൻ ഇത് യേശു ആണോ യേശുവിൻ്റെ ഇതാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം ഇങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത്. അപ്പോൾ ഞാൻ ആ ഫോട്ടോയിലേക്ക് യേശുവിൻ്റെ രൂപം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി അതിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ആ പേപ്പറിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ആ ഫോട്ടോയിൽ കാണുന്ന കുരിശിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് എനിക്ക് ഇന്ന് വരെ എനിക്കത് കാണാൻ പറ്റും. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എനിക്ക് യേശുവിൻ്റെ ആ സാന്നിധ്യം കാണുന്നുണ്ട്. ആ യേശുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടി പുതുക്കാകുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടുമ്പോൾ 2 സൈഡിലൊരു യേശുവിൻ്റെയും മാതാവിൻ്റെയും നീല കളറുള്ള യേശുവിൻ്റെയും നീല കളറുള്ള മാതാവ് ഇരിപ്പുണ്ട്. ഞാനത് ഇത് ഏത് യേശു ആണെന്ന് അന്വേഷിച്ച് ഒരു ദിവസം ഇങ്ങനെ പത്രം മടക്കാനായിട്ട് ചെന്നിരുന്നപ്പോൾ അവിടെ ടോക്കൺ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ കണ്ട യേശു മാതാവ് ഇരിക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര യേശുവിൻ്റെ ഇടപെടൽ നേരിട്ട്. അപ്പോൾ അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി ശരിയായിട്ട് വന്ന ഉടമ്പടി ഉടനടി പരിഹാരമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നു. മാതാവ് പിന്നെ അങ്ങ് ഏറ്റെടുത്തെല്ലാം അങ്ങ് ചെയ്തു തരുവാണ് ചെയ്തത്. എനിക്ക് പിന്നെ എന്നാ പറയണേ, മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നാണ് അപ്പോൾ ഞാൻ കർത്താവിനോട് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നും അച്ഛൻ പറയാറുണ്ട്
ഉടമ്പടി സാക്ഷ്യം പറയാത്തവരെ ഞാൻ അംഗീകരിക്കില്ലാന്ന്. അപ്പം ഞാൻ എൻ്റെ പുതുക്കൽ ഞാൻ 6 പുതുക്കിയിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് 7ാമത്തെ പുതുക്കലിന് മുമ്പ് എനിക്ക് സാക്ഷ്യം പറഞ്ഞിരിക്കണം. ഞാനതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാലും ചെയ്യാൻ എനിക്ക് 7ാം തീയതിക്ക് മുമ്പ് 7ാമത്തെ പുതുക്കലിന് മുമ്പ് സാക്ഷ്യം പറയണം. അതിൽ കർത്താവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ മെയ് 7ാം തീയതി തന്നെ എന്നെ സാക്ഷ്യം പറയിക്കണം എന്ന് പറഞ്ഞു. ഇന്നും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ കാര്യം ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിട്ടും ഞാൻ സാക്ഷ്യം പറയണത് ഇപ്പോഴാണ്. അത് കർത്താവ് ഇടപെടൽ എനിക്ക് കാണിച്ചു തരുവാണ്. കർത്താവായിട്ട് ചെയ്തു തന്നെ, കർത്താവ് മാതാവ് എനിക്കത് ചെയ്തു തരുവാണ്. എനിക്ക് ഇന്ന് നീ അത് എന്നൊക്കെ പ്രശ്നം വന്നാലും നിനക്ക് പറഞ്ഞേക്കണ കാര്യം ഞാൻ ചെയ്തു തരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാതാവിൻ്റെ യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കാത്ത എന്ത് കാര്യം എല്ലാം. എനിക്കിപ്പോൾ ഞാൻ പട്ടാളത്തിലാകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റിട്ടയർമെൻറ്റ് കിട്ടിയെന്ന്. റിട്ടയർമെൻറ്റിന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 കൊല്ലമായിട്ട് അവിടെ റിട്ടയർമെൻറ്റ് അപ്ലൈ ചെയ്തവൻ അവിടെ നിൽക്കുക, അവന് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ സമയത്താണ് എൻ്റെ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് സാങ്ഷനായി വരുന്നത്. അപ്പോൾ അത് മാതാവിൻ്റെ ആ സമയത്തിൻ്റെ ഇടപെടൽ, സമയച്ചുരുക്കത്തിൻ്റെ ഇടപെടലൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കേണ്ടത്. അതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് ഇപ്പോൾ എന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് ആ സാന്നിധ്യം കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ചോദിച്ച വാദനം അതുപോലെ തന്നെ എനിക്ക് കാണിച്ചു തന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ ഞാൻ പത്രം കൊടുക്കാൻ പോകും. ഇപ്പോൾ ഞാനിവിടെ ആലപ്പുഴ പോകും. അപ്പോൾ ചിലർ പറയും ആലപ്പുഴയൊക്കെ ആരും പത്രം മേടിക്കില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പത്രം കൊടുക്കാൻ പോയതാണ്. ഞാൻ ഇതിൽ പോയപ്പോൾ ഇവിടെ ബോട്ട് കിടപ്പുണ്ട്. ബോട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ബോട്ടിലേക്ക് പോയി ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അപ്പം ഞാൻ ഒരു മേടിക്കില്ല വായിക്കില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു ചേട്ടൻ എന്നെ ചൂണ്ടി വിളിച്ചു, ഒന്ന് വന്നേന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അത് കൃപാസനത്തിൻ്റെ പത്രം ആ ചേട്ടൻ വായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ നീ വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞു, എൻ്റെ മോള് ഇങ്ങനെ ആശുപത്രിയിലാണ്, അവൾക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്തോ പ്രശ്നം പറ്റി ഇങ്ങനെ ആശുപത്രി പോയതാണ്. അപ്പോൾ ചേട്ടനിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുക, ചേട്ടൻ്റെ ഫേസ് കണ്ടറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പോൾ കറക്റ്റായിട്ടല്ലേ മാതാവ് ഞാൻ ചേട്ടനിവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ. ചേട്ടൻ ആലപ്പുഴ ഇരുന്നിട്ട് ചേട്ടൻ മാതാവിനെ അറിഞ്ഞില്ല, അപ്പോൾ മാതാവിനെ കറക്റ്റായിട്ടല്ലേ. അപ്പോൾ ചേട്ടൻ അറിയാം, പള്ളിയിലൊക്കെ വന്നിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, ഇത്ര അടുത്തിരുന്നിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ്റെ മോളുടെ ഫോൺ വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ചേട്ടൻ കരഞ്ഞില്ല എന്നുള്ളൂ. ഭയങ്കര സന്തോഷമായി ചേട്ടന്, ഇവിടെ ആലപ്പുഴയുള്ള ചേട്ടനാണ്. അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഈ നടക്കാണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിന്ന് കരയും. ഒത്തിരി പ്രാവശ്യം എനിക്ക് ഒരു ഹാർട്ട് രൂപത്തിൽ ഇതുപോലെ എനിക്ക് തിരിയിൽ തെളിഞ്ഞു വരും. അതിൽ മെഴുകുതി ഉരുകി തിരിഞ്ഞാലും സൈഡിൽ മാതാവ് തെളിഞ്ഞു നിൽക്കും. മാതാവ് വന്ന് നിൽക്കണ പോലെ ക്യാൻഡിൽ ഇങ്ങനെ ഉരുകാണ്ട് അതിൻ്റെ അകത്ത് നിൽക്കണതൊക്കെ ആയിട്ട് ഞാൻ പല പ്രാവശ്യം കണ്ടു. അപ്പോൾ എനിക്കത് സാന്നിധ്യം അറിയിച്ചാണ്, നീ കുഴപ്പമില്ല, നീ പേടിക്കും. ഞാൻ കിടന്ന് പേടിക്കലുള്ളൂ. മാതാവ് ഒരു പ്രശ്നവും എനിക്ക് വേണ്ടി വരില്ല. എനിക്ക് ചുറ്റിനും രക്ഷാവലയം വിരിച്ചു വച്ചേക്കണല്ലേ. ഇന്നവരെ എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഇത്ര നാളായിട്ട് എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ കിടന്ന് പേടിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഇനി എന്നാവണം ഞാൻ പേടിക്കണുള്ളൂ. പക്ഷേ ഇന്നേ വരെ ഒരു പ്രശ്നവും എന്നെ മേത്തോട്ട് തൊടാനോ ഒരു കാര്യങ്ങളോ. അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ചില ദിവസം രാത്രിയൊക്കെ വണ്ടി ഓടിക്കാറുണ്ട്. കണ്ണ് ഇവിടെ ധ്യാനത്തിന് വരുമ്പോഴാണ് ഞാൻ രാവിലെ എണീറ്റൊക്കെ പോരും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും. ഞാൻ പറയും, ഞാൻ എപ്പോൾ വണ്ടി എടുത്താലും തൈലം തൊട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ വണ്ടി എടുക്കണേ. അപ്പോൾ ഞാൻ മാതാവേ നോക്കിക്കോളണം, എനിക്ക് ഉറക്കം വേണ്ടി നോക്കിക്കോളണം എന്ന് പറയും. ചില സമയത്ത് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഫ്രണ്ടിൽ കൂടെ വണ്ടി പോകണം. അങ്ങനെയൊക്കെ എനിക്ക് സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ മാതാവ് ശരിക്കും വണ്ടി ഓടിക്കുന്നതിൽ കുറേ പ്രാവശ്യം എൻ്റെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ വണ്ടി എടുത്താലും കുരിശ് തൊട്ട് സ്റ്റിയറിംഗിൽ കുരിശ് തൊട്ട് തൈലം തൊട്ട് കുരിശ് തൊട്ടിട്ട് ഞാൻ വണ്ടി എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ VRS വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴൊക്കെ ഞാൻ കുരിശ് വെച്ചു, എന്ത് ഇതിന് പോയാലും. അതുപോലെ എൻ്റെ വീട് വേറെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക പ്രശ്നം എൻ്റെ വീട് വിൽക്കണം എന്നുണ്ടായിരുന്നു. ആ വീട് വിൽപ്പന ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ വീട് മേടിക്കാൻ വന്ന ആളെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ തൈലം എടുത്ത് പറ്റിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ക്ഷയിക്കാൻ കൊടുത്തത്. അദ്ദേഹത്തിന് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ വീട് മേടിക്കും, നല്ലൊരു വീടായിരുന്നു, അദ്ദേഹം മേടിക്കും. എനിക്ക് നല്ല വിലയ്ക്ക് വിൽക്കാനൊക്കെ അത് സാധിച്ചു. അപ്പോൾ സമയത്തിൻ്റെ ഇടപെടലും മാതാവിൻ്റെ ഇടപെടലും കൊണ്ടാണ് എനിക്കതൊക്കെ സാക്ഷിയാവാനും പറ്റിയത്. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഇനിയും ഞാൻ സാക്ഷ്യം പറയും. ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഞാൻ ഈ മെയ് 27-ാം തീയതി ജർമ്മനിക്ക് പോവാണ്. എൻ്റെ വിസ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 7-ാം തീയതി മെയ് 27-ാം തീയതിയാണ് ടിക്കറ്റ് വന്നേ. അതുപോലെ വിസ വന്നിട്ടുണ്ട്. വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ വിസ എടുത്ത് തന്ന എൻ്റെ ഫ്രണ്ട് ഏജൻസിയിലുണ്ടായിരുന്നെ, അവനിന്ന് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുവാണ്. അപ്പോൾ അവനും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കാണ്ടൊക്കെ ഇരുന്നായിരുന്നു.
അവനും വന്നിവിടെ ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോൾ അവനും എല്ലാവർക്കും അതുപോലെ ഇവിടെയുള്ളവർക്കും മീഡിയയിലുള്ളവർക്കും അച്ഛനും ജോസഫ് അച്ഛനും സിസ്റ്റേഴ്സിനും ബാക്കിയുള്ള ഇവിടെയുള്ള സ്റ്റാഫിനും എല്ലാവർക്കും ദൈവത്തിൻ്റെ സഹകരണം ഉണ്ടാവട്ടെ, മാതാവിൻ്റെ ഇടപെടലുണ്ടാവട്ടെ എന്നും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഞാൻ അവളെ വശീകരിച്ച് വിജനദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും, ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. ഇന്ന് വിഷ്ണു രവി ആർമി ജോലിയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത് 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ അൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ദൈവത്തെ വാതോരാതെ വാഴ്ത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഇന്ന് ഈ അൾത്താരയിൽ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു നൈവേദ്യമായിട്ട് തനിക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു. വിഷ്ണുവിന് യാതൊരു സംശയവുമില്ല, ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഈ ഒരു ആസ്തിഭദ്രതയുള്ള കൃപാസനത്തിൽ ഇവിടെ ജോസഫ് അച്ഛൻ നമുക്ക് പ്രാർത്ഥനയിലൂടെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിലൂടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ നേടിത്തന്ന ഒരാസ്തിഭദ്രതയുണ്ട്. അതോടൊപ്പം തന്നെ അഖണ്ഡ ജപമാല റാലികൾ, എത്രയോ ദശലക്ഷം പേര് പങ്കെടുക്കുന്ന ജപമാല റാലികൾ, ഇവിടെ വന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു പോകുന്ന ജപമാലകൾ, ഇവിടെ അർപ്പിക്കുന്ന ദിവ്യബലികൾ, ആരാധനകൾ, ഇതോടൊക്കെ ചേർത്താണ് ഇന്ന് വിഷ്ണുവും ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ഒരു സാക്ഷ്യവും പങ്കുവയ്ക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന വചനം, വിഷ്ണുവിനെ വശീകരിച്ച് കർത്താവ് ഇവിടെ കൊണ്ടുവന്നതാണ്. വിഷ്ണു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാക്ഷ്യങ്ങൾ കാണുമ്പോൾ വിഷ്ണുവിന് കാശ്മീരിൽ ഇരിക്കപ്പുറതിയില്ല, പെട്ടെന്ന് വരണം, ഉടമ്പടി എടുക്കണം. വിഷ്ണു അതിന് പലതരത്തിലുള്ള ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വിഷ്ണു പ്രത്യേകമായി തൻ്റെ ഭക്ഷണത്തിൽ അതിനനുസരിച്ചുള്ള ഒരു നിബന്ധനകളൊക്കെ, ഭക്ഷണം തനിക്ക് പലതും ഇഷ്ടപ്പെട്ടത് വേണ്ടാന്ന് വയ്ക്കുന്നു. അതുപോലെ അമ്മയോട് പറയുന്നു, അമ്മേ എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടണം, ലീവ് കിട്ടിയാൽ ഞാൻ കോതമംഗലത്ത് നിന്ന് നടന്നു വന്ന് ഉടമ്പടി എടുക്കും. വിഷ്ണു അത് പാലിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്, 5-ാം തിരുവചനം, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? ഈ വിശേഷവിധിയായ ഒരു പ്രവർത്തനമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലുണ്ടായത്. കോതമംഗലത്ത് നിന്ന് നടന്നു വന്ന് ഉടമ്പടി എടുക്കുക. ഇത് വിഷ്ണുവാണ് പറയുന്നതെങ്കിൽ ഇതിനു മുമ്പ് സിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ള ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. തങ്ങളുടെ പ്രദേശത്ത് നിന്ന് നടന്നു വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങൾ. അങ്ങനെ വിഷ്ണു തൻ്റെ വാക്ക് പാലിക്കുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ആ മകൻ ചെയ്ത ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ എങ്ങനെയാണ് കർത്താവ് സഞ്ചരിച്ചത്, അമ്മയെ എങ്ങനെയാണ് വിഷ്ണു പ്രിയപ്പെട്ട അമ്മയായി കരുതിയപ്പോൾ, തൻ്റെ പെറ്റമ്മയേക്കാൾ സ്വർഗീയ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ആ അമ്മ ഈശോയെ കൊടുക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ, മോനെ വിഷ്ണുവിൻ്റെ ജീവിതം നോക്കിക്കേ, അവനിതില്ല കേട്ടോ. അങ്ങനെ ഓരോന്നും VRS പോകുമ്പോൾ അവിടെ ഓഫീസേഴ്സ് മാറുന്നു, ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അതൊക്കെയാണ് അനുഭവിക്കുക. കമാൻഡർ മാറുന്നു. അങ്ങനെ തനിക്ക് അവിടെ VRS കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് അമ്മ നമുക്ക് മുമ്പേ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു ഇവിടെ പറഞ്ഞതുപോലെ യെശയ്യാ 45:2-3 എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും അവിടെ മാറുകയാണ്. അങ്ങനെ വിഷ്ണു ഇന്ന് സന്തോഷവാനായിട്ട് നിൽക്കുന്നു. വീണ്ടും കൃപാസന പത്രം കൊടുത്ത ആ ത്യാഗം, തൻ്റെ ബാഗ് നിറയെ പത്രവും വാങ്ങിച്ച് ഈ ചെറുപ്പക്കാരൻ നടന്നു. അങ്ങനെ നടന്ന് പത്രം കൊടുക്കുകയാണ്, നടന്ന് പറഞ്ഞു കൊടുക്കുന്നു കോതമംഗലം വരെ. വീണ്ടും താൻ പത്രം കൊടുത്തപ്പോൾ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങൾ, ഈശോയും അമ്മയും എങ്ങനെ തനിക്ക് പ്രത്യക്ഷപ്പെടുന്നു,
താൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ തനിക്ക് ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ സ്വപ്നമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഇത് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇന്ന് വിഷ്ണുവാണെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ പേര് പറഞ്ഞു കഴിഞ്ഞ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും അതിശയോക്തിയല്ല. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ജീവിതമാണ്, ദൈവത്തോടൊത്തുള്ള ജീവിതം. ആ ജീവിതത്തിന് നാം വില കൊടുക്കുമ്പോൾ ദൈവം നമ്മെ തേടി വരും, നമ്മുടെ കൂടെ നടക്കും, തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരും. അങ്ങനെ ദൈവത്താൽ വശീകരിക്കപ്പെട്ട് ഈ കൃപാസന അൾത്താരയിലേക്ക് വന്ന് ഇവിടെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്ത് ഇന്ന് മെയ് 7 താൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ ഈ മകന് അവസരം കൊടുത്തു സാക്ഷ്യം പറയുവാനായിട്ട്. 27 ഈ മകൻ ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. എല്ലാറ്റിൻ്റെയും തടസ്സങ്ങൾ മാറി, വാതിലുകൾ തുറന്നു. ഈ ഉടമ്പടിയുടെ വാതായനങ്ങൾ നമുക്ക് മുമ്പിലും തുറന്നു കിടപ്പുണ്ട്. നാമും ഒന്ന് മനസ്സ് വയ്ക്കണം. ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, ഉടമ്പടി ജീവിക്കണം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി.